ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ പുസ്തകങ്ങളെ തുറക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ സഭ എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു 21-ാം വാക്യത്തിൽ, സ്വർഗത്തിൽ തൻ്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമുള്ള വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവ്വം അവൻ്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവ്വത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പം ശരീരമെന്ന സഭ എന്നുള്ള ഒരു ചിന്തയാണ് അവിടെ കാണുന്നത്. സഭ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭ ഒരു കെട്ടിടമാണ്. അതാണ് 2-ാം അധ്യായത്തിലെ 20 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നമ്മളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. 21-ാം വാക്യം, അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവന് നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിയുന്നു. അവന് നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിയുന്നു. അപ്പോൾ അവിടെ 2 കെട്ടിടമെന്നുള്ള ഒരു ചിന്തയിലാണ്. സഭ ദൈവത്തിൻ്റെ ഒരു കെട്ടിടമാണ്. ഒന്ന്, സഭ ദൈവത്തിൻ്റെ ശരീരമാണ്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ആ ഒരു വിഷയങ്ങളിങ്ങനെ ധ്യാനിക്കുകയും ചിന്തിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കെട്ടിടത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം. അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അപ്പം വീണ്ടും 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭ വീണ്ടും ഒരു ഡൊമസ്റ്റിക് ഫാമിലിയിലേക്ക് വരികയാണ്. ഒരു ചെറിയ യൂണിറ്റിലേക്ക് വരുന്നു. അത് നിമിത്തം ഞാൻ സ്വർഗത്തിനും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. എന്നിട്ട് പറയാണ്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് 20-ാം വാക്യം ചെയ്യും, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. എന്താണ്? തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് ഒത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നമ്മുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്തിൽ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം, അതിന് വരം നൽകണമെന്നും പിന്നെ സ്നേഹത്തിൽ വേരൂന്നി, എന്നിട്ട് ആ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന്, ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും, എന്നിട്ടോ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകേണ്ടതിന്, എന്നിട്ട് ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. അതിന് എല്ലാ അർത്ഥങ്ങളിലും അത് സംഭവിക്കുമെങ്കിലും ഇവിടുത്തെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് ആ സ്നേഹത്തെ അറിയുവാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയും. അപ്പം അതിലും വ്യാപരിക്കും. നമ്മൾ ചോദിച്ചതിലും അപ്പുറമായിട്ട് ആ സ്നേഹത്തെ രുചിക്കുവാനായിട്ട് ദൈവം നമുക്ക് എന്താക്കും? പ്രാപ്തി നൽകും. അതാണ് 3-ാം അധ്യായം. പിന്നെ നമ്മൾ ഒന്ന് മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നുണ്ട് 30-ാം വാക്യം, ദൈവത്തിൻ്റെ പരിശുദ്ധി 4:30, ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായിട്ട്
മുദ്രയിട്ടിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് ദൈവം അവിടെ എങ്ങനെയാണ് ദുഃഖിപ്പിക്കുന്നത്? എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണമായി നമ്മളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. 32-ാം വാക്യം, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സരിവുള്ളവരായി. അപ്പോൾ അത് 4-ാം അധ്യായത്തിൽ വരണം. എന്താണ്? ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിച്ചിട്ട് ആ സ്നേഹത്തിൽ വേരൂന്നിട്ട് അതിൻ്റെ ആഴം, വീതി, നീളം, ഉയരം എന്നിവ സകല വിശുദ്ധന്മാരോട് ഗ്രഹിപ്പാൻ നമ്മൾ പ്രാപ്തരാകുമ്പോൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി അതറിയുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തരും. ആ ഭാഗ്യം വരുമ്പോൾ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയാണ് 32-ാം വാക്യം, നമ്മൾ തമ്മിൽ ദയയും മനസ്സിലുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നമ്മളോട് ക്ഷമിച്ചതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം? അന്യോന്യം ക്ഷമിക്കാൻ കഴിയും. ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ക്ഷമിപ്പിൻ. ഇനി 5-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ സഭ എന്നുള്ള ഒരു ആശയം ശരീരമായി കെട്ടിട ആശയത്തെ ഇവിടെ വരുമ്പോഴത്തേന് ഒരു കാന്ത എന്നുള്ള ഒരു നിലയിലേക്ക് വരികയാണ്. ബിൽഡിങ്ങായി ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നുള്ളൊരാശയമായി. 3-ാമത്തെ ഒരു ആശയമാണ് ബ്രൈഡ് എന്നുള്ളൊരാശയമാണ്. നമ്മൾ ദൈവത്തിൻ്റെ ആരാണ്? കാന്തയാണ്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഈ മർമ്മം വലുത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു ഇമേജ് മാറിയിട്ട് അത് ബ്രൈഡും ബ്രൈഡ് ഗ്രൂമും, ഒരു കാന്തനും കാന്തയും, മണവാളനും മണവാട്ടിയും, സഭയും ക്രിസ്തുവും സഭയും ആ ആശയത്തിലേക്ക് വരികയാണ്. ഇനിയും അതുകൊണ്ടാണ് 21-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പടി. വേദവസ്തു നമ്മൾ പഠിക്കുമ്പോൾ അന്യോന്യം എന്നുള്ള ഒത്തിരി വാക്കുകളുണ്ട്. അന്യോന്യം വന്ദനം ചെയ്യണം, അന്യോന്യം ബഹുമാനിക്കണം, അന്യോന്യം 4-ാമത്തെ അന്യോന്യം കീഴ്പ്പെട്ട് ഇരിക്കണം, അന്യോന്യം ക്ഷമിക്കണം. ഇവിടെ 21 പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം എന്ത് ചെയ്യുന്നവരായിരിക്കണം? അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്നവരായിരിക്കണം. അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. എന്നിട്ട് 22 മുതലുള്ള വിഷയങ്ങളിലേക്ക് വരികയാണ്. 22 മുതൽ 6-ാം അധ്യായത്തിലേക്ക് 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അത് ഒരു സ്പിരിച്വൽ വാർഫെയറാണ്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പിൻ, കഴിയുന്നത് കർത്താവിൻ്റെ സർവായുധവർഗം ധരിച്ചോളും. എന്നാൽ അതിന് തൊട്ട് മുമ്പ് ഈ ഒരു ഭാഗം അവിടെ വച്ചിരിക്കുകയാണ്. അപ്പം ഈ ഒരു ആയുധം ധരിക്കണമെങ്കിൽ ഈ പറഞ്ഞൊരു ഭാഗം പിശാചിൻ്റെ തന്ത്രത്തോട് എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. എന്നിട്ട് 25-ന്റെ 22 മുതൽ പറയുകയാണ്. പക്ഷെ അത് 21 തൊട്ട് വായിക്കണം. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. അപ്പോൾ ഇവിടെ ഒരു സഭ സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ കർത്താവിൻ്റെ സന്നിധി ഞാൻ മുട്ടുകുത്തുന്നു. എന്നിട്ട് പറയുന്നു, ആ കുടുംബങ്ങളിൽ മുട്ടുകുത്തിട്ട് പറയുകയാണ്, ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിച്ചിട്ട് വിശുദ്ധീകരിക്കപ്പെട്ടിട്ട് അത് വേരൂന്നി സ്നേഹത്തിൻ്റെ ആഴം, ഉയരം, വീതി എല്ലാം മനസ്സിലാക്കാനും പരിജ്ഞാനത്തെ കവിയുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനാൽ ക്രിസ്തു എന്ന തലയോളം വളർന്നു വരാനായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ ക്ഷമിക്കണം. 2, അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. അന്യോന്യം കീഴ്പ്പെടണം. എന്തിൽ? ക്രിസ്തുവിൻ്റെ കേന്ദ്രീകൃതമായിട്ട് അന്യോന്യം കീഴ്പ്പെടണം. എന്നിട്ട് പറയുകയാണ്, ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങവൻ. ക്രിസ്തു ശരീരത്തിന് രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. അടുത്തത് 25-ാം വാക്യം, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളും ഭാര്യമാരെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിക്കണം. കർത്താവ് ജനസ്നേഹത്തെ വെടിപ്പാക്കി കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കമായി തനിക്ക് വേണ്ടി തേജസ്സോടെ മുൻനിർത്തേണ്ടത് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലോ. ക്രിസ്തു സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുക അത്രേ ചെയ്യുന്നത്. അതിൻ്റെ 33, എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തരും താൻ്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടണം. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത്
ന്യായമല്ലോ നിനക്ക് നന്മയുണ്ടാകാനും ദീർഘായുസ്സോടെ ഇരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. അത് കഴിഞ്ഞിട്ട് 4-ാം വാക്യം, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുത്, അല്ലേ? പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി പുലർത്തണം. ഇനി അടുത്ത വാക്യം, 5-ാം വാക്യം, ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിൻ്റെ ഏകാഗ്രതയിൽ ദുഷ്ടിസേവയാലല്ല, മനുഷ്യനെ കാണിക്കാൻ വേണ്ടിയല്ല, ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്ത് മനുഷ്യരെ അല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിക്കണം. ഇനി 9-ാം വാക്യം, യജമാനന്മാരെ അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവൻ്റെ പക്കൽ മുഖപക്ഷം ഇല്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് അങ്ങനെയല്ലേ, ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യണം. ആൻഡ് സ്റ്റോപ്പ് യുവർ ത്രട്ടണിങ് നോയിങ് ദാറ്റ് ഹി ഹൂ ഈസ് ബോത്ത് ഓഫ് ദെയർ മാസ്റ്റർ. സ്റ്റോപ്പ് യുവർ ത്രട്ടണിങ്, ഭീഷണി വാക്ക് എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അപ്പോൾ ഇവിടെ എത്ര ബന്ധങ്ങൾ മേഖലകൾ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാമോ? ഒന്ന് ശാന്തമായിട്ടിരുന്നിട്ടൊന്ന് നോക്കിക്കുക. എത്ര മേഖലകളെ തൊട്ടു? ഒന്ന്, ഭാര്യയോട് പറയുന്നു ഭർത്താവ്, ഒന്നാമത്തെ ബന്ധം ഭാര്യ ഭർത്താവ്. രണ്ടാമത്തെ ഭർത്താവ് ഭാര്യ, രണ്ടായല്ലോ. 3, മക്കൾ ആരോട്? മാതാപിതാക്കൾ. അപ്പോൾ എത്രയായി? 3. 4, മാതാപിതാക്കളെന്നില്ല അവിടെ. 4-ാം വാക്യം പിതാക്കന്മാരാണ്. അമ്മ ഒഴിവാക്കി, അമ്മ മാറിക്കളാം. ഇനി ഇംഗ്ലീഷ് നോക്കി, ഫാദേഴ്സ്. അപ്പോൾ അമ്മയില്ല. അമ്മയില്ലാത്തതിന് കാരണം ഞാൻ പറയാം. ഫാദേഴ്സ് എന്ന് പറഞ്ഞത് അപ്പോൾ എത്രയായി? 4ആയി. ഇനി അടുത്തത് ദാസന്മാരെ, ആര്? യജമാനന്മാർ. അപ്പോൾ എത്രയായി? 5. ഇനി അടുത്തത് യജമാനന്മാരെ, ആരെ? ദാസർ. അപ്പോൾ എത്രയായി? 6. ഇനി 7, ക്രിസ്തുവും സഭയും. അപ്പോൾ എത്രയായി? 7. സാധാരണ 7 എന്നുള്ളൊരു സംഖ്യയ്ക്ക് എന്ത് ബന്ധമാണ്? പെർഫെക്റ്റാണ്, പൂർണ്ണത. അപ്പം 6 ബന്ധങ്ങൾ. അതിൻ്റെ എല്ലാം മോഡൽ ആരാണ്? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. അപ്പം നമുക്ക് 7 ബന്ധങ്ങളാണ് ഇവിടെ കാണുന്നത്. 1, ഭാര്യ ഭർത്താവ്. 2, ഭർത്താവ് ഭാര്യ. 3, മക്കൾ മാതാപിതാക്കൾ. 4, അപ്പൻ മക്കൾ. 5, ദാസൻ യജമാനൻ. 6, യജമാനന്മാർ ദാസന്മാർ. 7, സെൻട്രാലിറ്റി അതാണ്, ക്രിസ്തു. ആ വാക്ക് എടുത്തെടുത്ത് പറയുന്നുണ്ട്, ക്രിസ്തു സഭ. അപ്പോൾ ഇതിൻ്റെ എല്ലാം മോഡൽ ആരാണ്? ക്രിസ്തു. അപ്പം ഭൂമിയിൽ ഇതെല്ലാം നിലനിൽക്കാൻ വേണ്ടി കർത്താവ് കൊണ്ടുവന്നൊരു മോഡൽ വെച്ചു. ഏത് മോഡല്? ക്രിസ്തുവും സഭ. ഒരു പാരഡൈം അതാണ്. നമുക്കൊരു റോൾ മോഡൽ വേണ്ടേ? ആ റോൾ മോഡലാണ് ക്രിസ്തുവും സഭ. അപ്പം ക്രിസ്തുവും സഭ, അതും ഭാര്യയും ഭർത്താവുമാണ്. ഇനി കർത്താവ് പോലെ ഒരു കുടുംബമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എല്ലാ കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ ഒരു കുടുംബമുണ്ട്. അതാണ് ത്രിയേക ദൈവത്തിൻ്റെ കുടുംബം, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന കുടുംബം. അപ്പം ഇനി ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് എന്ത് ചെയ്യണം? കീഴടങ്ങണം. അപ്പോൾ ഈ കീഴടങ്ങണമെന്നൊക്കെ പറയുമ്പോഴും ഇവിടെ ഈക്വാലിറ്റിയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈക്വലായിട്ട് തന്നെയാണ്. ക്രിസ്തുവിൽ ആണെന്നും ഇല്ല, പെണ്ണെന്നും ഇല്ല, ദാസനെന്നും ഇല്ല, സ്വതന്ത്രനെന്നില്ല, യഹൂദനെന്നുമില്ല, യവനെന്നുമില്ല. തുല്യമാണ് എല്ലാവരും. എന്നാൽ ഈ തുല്യതയ്ക്കകത്തൊരു ഹൈരാർക്കിയുണ്ട്. അതാണ് നമ്മൾ തൃത്വത്തിൽ കാണുന്ന ഒരു ഹൈരാർക്കി. പിതാവ് തൻ്റെ സെയിം സ്റ്റാറ്റസ്. തൃത്വത്തിൽ ആരും കൂടിയതുമല്ല, ആരും എന്തു ചെയ്തതുമല്ല, കുറഞ്ഞതുമല്ല, എല്ലാവരും ഈക്വലാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നത് അല്ലോസ് പാരക്ലറ്റോസ് എന്നുള്ളൊരു വാക്കാണ്. ഞാൻ പോകും നല്ലത്, ഞാൻ പോയാൽ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടത്. അല്ലോസ് എന്നുള്ളൊരു വാക്കിൻ്റെ അർത്ഥം ആരാണോ പോയത് ആ പോയ ആളുടെ തന്നെ ഒരാൾ, അതുപോലെ ഒരാൾ. നോട്ട് സുപ്പീരിയർ, നോട്ട് നൈദർ ഇൻഫീരിയർ. സുപ്പീരിയറും അല്ല, ഇൻഫീരിയറും അല്ല. അപ്പോൾ ഇതാണ് തൃത്വം എന്ന് പറയുന്നത്. പക്ഷേ എന്നാലും തൃത്വത്തിലൊരു ഹൈരാർക്കിയുണ്ട്. പുത്രൻ എപ്പോഴും ആർക്ക് കീഴ്പ്പെട്ടിരിക്കും? പിതാവിന് കീഴ്പ്പെട്ടിരിക്കും. 1 Corinthians 15 വാക്യമുണ്ട്, സകലതും തനിക്ക് കാൽ കീഴാക്കി കൊടുത്തവൻ ഒഴികെ എന്ന് സ്പഷ്ടം. പിതാവും പുത്രനും ഈക്വലാണ്. പക്ഷെ പുത്രൻ എപ്പോഴും ആർക്ക് കീഴ്പ്പെട്ടിരിക്കും? പിതാവിന്
കീഴ്പ്പെട്ടിരിക്കും. അതാണ് ആ സ്നേഹത്തിൻ്റെ താഴ്മയാണ്. അതാണ് സ്നേഹത്തിൻ്റെ ഐക്യതയ്ക്കകത്ത് സ്നേഹത്തിൻ്റെ എന്തുണ്ട്, ഒരു താഴ്മയുണ്ട്. അപ്പം ഈക്വാലിറ്റി ആണോ എന്ന് ചോദിച്ചാൽ ഈക്വാലിറ്റി ആണ്, ഈക്വാലിറ്റി അല്ലെന്ന് ചോദിച്ചാൽ ഈക്വാലിറ്റി അല്ല. ഇതെല്ലാം സ്നേഹത്തിലാണ്. അതുകൊണ്ട് പറയാണ് ഭാര്യമാരെ ആർക്ക് കീഴടങ്ങണം, ഭർത്താക്കന്മാർ. ദൈവം എപ്പോഴും ഒരു ഓർഡർ വെച്ചിട്ടുണ്ട്. ആ ഓർഡറാണ് ഭാര്യ, ഭർത്താവ്, മക്കള്, ഇങ്ങനെയാണ് ഓർഡർ. അതിൻ്റെ മുകളിൽ ആര്, ക്രിസ്തു. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നു. ഭാര്യ ഭർത്താവിനല്ല, ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകും. അപ്പം ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് എന്ത് ചെയ്യണം, കീഴടങ്ങണം. പേടിക്കൊന്നും വേണ്ട, ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം. അതിനൊരു ദൈവം വെച്ചിരിക്കുന്ന ഓർഡറുണ്ട്. ഈ യോസഫും മറിയയും, സത്യത്തിൽ യോസഫും മറിയയും കൂടെ പോകുമ്പം യോസഫിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല യേശുവിൻ്റെ കാര്യത്തിൽ. ഉണ്ടോ? ഇല്ല. മറിയെ ചേർത്ത് കൊണ്ടെന്ന് ഒഴിച്ചാൽ പരിശുദ്ധാത്മാവിനാൽ എന്തായി, ഗർഭവതിയായി. എന്നാലും ഈ കുഞ്ഞിനെ കൊല്ലാൻ രാജാവ് നോക്കുന്നു, എടുത്തുകൊണ്ട് അങ്ങ് ഓടിപ്പൊക്കോളാൻ ദൂതൻ വന്ന് പറഞ്ഞത് മറിയത്തോടാണോ യോസഫിനോടാണോ? എന്തിനാ മറിയത്തോട് പറയാഞ്ഞേ? മറിയത്തോട് പറയാഞ്ഞത് അപ്പനാരാണ്? യോസഫാണ്. ദൂതൻ ഇടപാട് ആരുമായിട്ടാണ്? ദൂതന് ഡയറക്റ്റ് ഈ കാര്യത്തിൽ ഇടപാട് ആരുമായിട്ട്? യോസഫുമായിട്ട്. തിരിച്ച് അപ്പം രാജാവ് മരിച്ചു, കൊച്ചിനെയും കൊണ്ട് തിരിച്ചു പോരാൻ പറഞ്ഞു. വന്ന് പറഞ്ഞത് മറിയത്തോടോ യോസഫിനോടോ? യോസഫിനോട്. അപ്പം ദൈവം പോലും എന്തോ ഓണർ ചെയ്യുന്നുണ്ട്, ഓർഡർ. അപ്പോൾ ദർ ഇസ് എൻ ഓർഡർ. ആ ഓർഡറിൽ അപ്പനാണ് ആര്? തല. അതുകൊണ്ട് ഭാര്യ ആർക്ക് കീഴ്പ്പെടണം? ഭർത്താവിന് കീഴ്പ്പെടണം. ചിലപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. ചില വീട്ടിൽ നമ്മൾ പറയും അവിടുത്തെ അച്ചായൻ ആരാണ്? അമ്മാമ്മയാണ്. നിങ്ങളെക്കുറിച്ച് വല്ലവരും അങ്ങനെ പറയുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കറിയത്തില്ലത്. നമ്മളെക്കുറിച്ച് പല കമൻറ്റുകളും ആർക്കറിയത്തില്ല, നമുക്കറിയത്തില്ല. എന്നാൽ പലരെക്കുറിച്ചും പറയാറുണ്ട് ആ വീട്ടിലെ അച്ചായൻ അവിടുത്തെ ആരാണ്? അമ്മാമ്മയാണ്. ഈ അച്ചായൻ അമ്മാമ്മയായ എല്ലാ വീട്ടിലും ഒരു നെഗറ്റീവ് എനർജി കാണും. കാരണം അവിടുത്തെ പെൺപിള്ളേരായിരിക്കും അവിടുത്തെ തീരുമാനം എടുക്കുന്നത്. അച്ചായനാണ് അമ്മാമ്മയെങ്കിൽ, അല്ല അമ്മാമ്മയാണ് അച്ചായനെങ്കിൽ ആ ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും ആരായിരിക്കും? പെൺപിള്ളേരായിരിക്കും. ഈ പെൺപിള്ളേർ ചെല്ലുന്ന വീട്ടിലും കുഴപ്പമുണ്ടാക്കും. 99% ഇവർ കെട്ടുന്ന പിള്ളേരും അങ്ങനത്തെ ഓരോ ടൈപ്പായിരിക്കും. അവനും അങ്ങ് സൈലൻ്റ് ആകും. അപ്പം അമ്മാമ്മ ആരും ഒരിക്കലും അച്ചായനാകരുത്. അച്ചായൻ എപ്പോഴും ആരായിരിക്കണം? അച്ചായനായിരിക്കണം. അച്ഛൻ എത്ര ഇൻഫീരിയർ ആണെങ്കിലും വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അമ്മാമ്മ ഇങ്ങനെ ഇംഗ്ലീഷൊക്കെ അറിയാമെങ്കിൽ പോലും ആർക്ക് കീഴ്പ്പെടണം? അച്ചായന് കീഴ്പ്പെടണം. മനസ്സിലാകുന്നുണ്ടല്ലോ? അത് ആര് വെച്ചിരിക്കുന്നു? ദൈവം വെച്ചിരിക്കുന്ന ഓർഡർ. ഭാര്യ ഭർത്താവിന് എന്ത് ചെയ്യണം? കീഴ്പ്പെടണം. എന്നാൽ ഭർത്താവിനോട് പറയുന്നു ഭാര്യമാരെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഭാര്യമാരെ സ്നേഹിക്കണം. കാരണം സ്ത്രീജനം ബലഹീനപാത്രം. എനിക്കൊരു ഈ കർത്താവിന് ഭയങ്കര ഇവിടെ ബലഹീനത അറിയായിരുന്നു. സക്കറിയാവിൻ്റെ അടുക്ക് വന്ന് ദൂതമെന്ന് പറഞ്ഞു നിനക്കിപ്പോൾ ഒരു കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞു. സക്കറിയാവിനൊരു സംശയം തോന്നി. സക്കറിയാവ് ചോദിച്ചു എൻ്റെ ഭാര്യയ്ക്ക് ഇത്രയും പ്രായമൊക്കെ ആയി, ഇതെങ്ങനെ നടക്കും? യൂതൻ അങ്ങ് ദേഷ്യം വന്നു. ദൂതൻ പറഞ്ഞു നീ എന്നോട് ചോദ്യം ചോദിക്കാറായോ? ഒറ്റ അക്ഷരം പറഞ്ഞു ഇനി കുഞ്ഞുണ്ടാകുന്ന വരെ നീ എന്ത് ചെയ്യണ്ട, മിണ്ടിപ്പോയക്കരുത്. കൊച്ചിൻ്റെ പേരിടുമ്പോൾ എന്തോ കൊടുത്തോണം? എഴുതി കൊടുത്തോണം. ഇതേ ചോദ്യം ഒരു ചേച്ചി ചോദിച്ചു. ചേച്ചിയുടെ പേര് മറിയം. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ദൂതൻ ശാന്തമായിട്ടിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. വായടച്ചോ? രണ്ടുപേരും ചോദിച്ചത് ഒരേ ചോദ്യം. അപ്രോച്ച് രണ്ടും. സക്കറിയാവിനോട് ദൂതൻ എടുത്ത നടപടിക്രമമാണോ മറിയത്തോട് എടുത്തത്? അല്ല. മറിയത്തിന് വളരെ ശാന്തമായിട്ടിരുന്നിട്ട് എന്തോ കൊടുത്തു? എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. എന്തിനാ ഈ ഒരേ ചോദ്യത്തിന് രണ്ട് രീതി പ്രതികരിച്ച്? അവളോട് മിണ്ടാതോടായിപ്പോയ ആ പാവം ഗർഭിണി എന്തോ ചെയ്യും? മറിയം മിണ്ടാതോടായിപ്പോയെങ്കിൽ ആ പാവം എന്തോ ചെയ്യും? ഭയങ്കര പാട് വരത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് അവളെ മിണ്ടാതിരിപ്പിക്കുക എന്നുള്ളത്, അവൾ മിണ്ടാതെ പോയാൽ കൊച്ചാകെ എന്തോ ചെയ്യും? അപ്പോൾ അതുകൊണ്ട് മറിയം മിണ്ടേണ്ടത് കൊച്ചിൻ്റെ കൂടെ എന്തായിരുന്നു? ആവശ്യമായിരുന്നു. കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ വർത്തമാനം പറയുന്നത് ആരാ? കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ഒരു 99.3% ആരാ വർത്തമാനം പറയുന്നത്? അച്ഛനോ അമ്മമ്മയോ? അമ്മാമ്മയെ വർത്തമാനം പറയത്തുള്ളൂ. അച്ഛൻ മിക്കപ്പോഴും മിണ്ടായിരിക്കുന്ന അച്ചായന്മാരായിരിക്കും. നമ്മുടെ നല്ല ശതമാനം അച്ചായന്മാരും അധികം എന്ത് ചെയ്യത്തില്ല? സംസാരിക്കുന്നത്. പേടിക്കേണ്ട, അതിനോട് ആരും സംസാരിച്ചോളും. അതുകൊണ്ടാണ് മറിയത്തോട് മിണ്ടിക്കോ, സക്കറിയാവിനോട് എന്തോ ചെയ്യേണ്ട, മിണ്ടണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം, സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശി എന്ന് ഓർത്ത് കർത്താവ് ഇങ്ങനെ പറഞ്ഞതായിരിക്കണം അവിടെ. എന്നാലും നോക്കൂ, പറയുകയാണ് നിങ്ങൾ സ്വന്തം ശരീരത്തെ പോലെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഭർത്താവ് ആരെ സ്നേഹിക്കണം? ഭാര്യയെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? സ്വന്തം ശരീരം പോലെ
സ്നേഹിക്കണം. എനിക്ക് ദിവസങ്ങളിൽ തോന്നിയ ഒരു ചിന്തയുണ്ട്. അത് പക്ഷേ പരമാർത്ഥമായ ഒരു ചിന്തയാണെന്ന് തോന്നുന്നു. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ദുർനടപ്പ് എന്നുള്ളൊരു കോൺടെക്സ്റ്റ് അവിടെ ഉണ്ട്. ദുർനടപ്പ് നിമിത്തം ഓരോരുത്തന് സ്വന്തം ഭാര്യയും ഓരോരുത്തിക്ക് സ്വന്തം ഭർത്താവും ഉണ്ടാകട്ടെ. സ്വന്തം ഭാര്യയും സ്വന്തം ഭർത്താവ്. അവിടുത്തെ കോൺടെക്സ്റ്റ് മൊറാലിറ്റിയാണ്. പക്ഷേ ആയിക്കോട്ടെ, മൊറാലിറ്റി തന്നെ ആയിക്കോട്ടെ. എന്നാലും ചിന്തിച്ച് നമുക്കൊരു മനസ്സിലാവും, നമുക്ക് ഈ സ്വന്തം എന്ന് പറയാൻ ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരേ ഉള്ളൂ? സ്വന്തം എന്ന് പറയാൻ സത്യത്തിൽ ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരേ ഉള്ളൂ? ഭാര്യയുള്ളൂ. ഭാര്യയ്ക്ക് ആരേ ഉള്ളൂ? ഭർത്താവുള്ളൂ. മക്കൾ സ്വന്തമാണോ? മക്കൾ സ്വന്തം എന്ന് പറയാൻ നിൽക്കൂ. പേടിക്കൊന്നും വേണ്ട. കല്യാണം കഴിഞ്ഞിട്ട് അതുങ്ങൾ എന്ത് ചെയ്യും? പോകും. കല്യാണം കഴിയണ്ട, +2 കഴിഞ്ഞാൽ അതുങ്ങളങ്ങ് പോകും. +2 കഴിഞ്ഞ് വീട്ടിൽ നിൽക്കണം, ഹോസ്റ്റലിൽ നിൽക്കണം എന്ന് ചോദിച്ചാൽ അതുങ്ങൾ എവിടെ നിന്നാൽ മതി എന്ന് പറയും? ഹോസ്റ്റലിൽ നിന്നാൽ മതി. പിന്നെ അവിടുത്തെ പിന്നെ നല്ല പിന്നെ ചമ്മന്തിയും ദോശയും ഇടിയും 5 മണിക്ക് എഴുന്നേക്കണം എന്നൊക്കെ പറയുമ്പം തന്നെ ഈ 10 മണിക്ക് എഴുന്നേക്കുന്നെങ്കിൽ തിരിച്ച് വന്നോളൂ. അത് വേറെ കാര്യം. എന്നാൽ പോലും കാരണം ഇതെല്ലാം 8 മണിക്കല്ലേ ഇപ്പോൾ വണ്ടി വരുമ്പോൾ എന്ത് ചെയ്യുന്നത്? എഴുന്നേക്കുന്നത്. അവിടെ 5 മണിയാകുമ്പോൾ എഴുന്നേറ്റില്ലേ വാടം കൊണ്ട് ദേഹത്ത് വെള്ളം ഒഴിക്കും. അന്നേരം ഇങ്ങനെ പോരും. അത് വേറെ കാര്യം. എന്നാൽ പോലും ഈ വീട്ടിലൊക്കെ വണ്ണമാ കൊച്ചുങ്ങൾക്ക് ഡയറ്റാന്നൊക്കെ പറയുന്ന പിള്ളേരെ എല്ലാം പേടിക്കൊന്നും വേണ്ട. +2 കഴിയുമ്പോൾ നേരെ കൊണ്ട് തമിഴ്നാട്ടിൽ വിട്ടാൽ മതി. അവിടുത്തെ മസാല ദോശയൊക്കെ കഴിച്ച് ഇതൊരു വരവുണ്ട്, കണ്ടിട്ടില്ലേ? അപ്പോൾ ഇതുങ്ങളെല്ലാം കുറേ കഴിയുമ്പോൾ നമുക്ക് ഇവരൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. അപ്പം പെണ്ണ് കെട്ടി അങ്ങ് പെണ്ണിനെ ചെറുക്കൻ കെട്ടിക്കൊണ്ട് പോകും. പിന്നെ അവൾ ഇങ്ങോട്ട് വരണോ വേണ്ട എന്ന് ആര് തീരുമാനിക്കും? അവൻ തീരുമാനിക്കും. ചില അണ്ണന്മാരുണ്ട് വിടത്തുമില്ല. അത് വലിയ ദോഷമാണ്. ഇവളെ ഞാൻ കെട്ടിയേക്കുന്നത് അങ്ങോട്ട് വിടാൻ വേണ്ടി. പോകുന്ന കൊള്ളാം, ഒറ്റ രാത്രി അവിടെ കിടന്നേക്കരുത്. ഹതഭാഗ്യനാണ് അവൻ. കാരണം ഈ പെണ്ണിൻ്റെ അപ്പനിരുന്ന് കരയും. കൂടുതലും അമ്മ പറയും പിന്നെ ഞാൻ പോട്ടെന്ന് പറഞ്ഞാലും അച്ഛനൊരു ആഗ്രഹം കാണും, ഈ പിള്ളേർ വന്ന് എന്ത് ചെയ്യണം? നിൽക്കണം. അത് വലിയ സങ്കടമാണ്. അപ്പം എന്നാലും കെട്ടിച്ച് വിട്ടാൽ പിന്നെ ഇത് നമ്മുടെ എന്തല്ല, സ്വന്തമല്ല. പിന്നെ ഉള്ളത് ചെറുക്കനാണ്. ചെറുക്കൻ എൻ്റേതാണ് പറയരുത്. ചെറുക്കനെ ആര് കൊണ്ടുപോകും? ചെറുക്കനെ ആര് കൊണ്ടുപോകും? പരമാർത്ഥമായിട്ട് പറഞ്ഞാൽ ചെറുക്കനെ ആര് കൊണ്ടുപോകും? നിങ്ങളുടെയൊക്കെ അനുഭവം അങ്ങ് പറഞ്ഞാൽ മതി. ചെറുക്കനെ ആര് കൊണ്ടുപോകും? പെണ്ണ് കൊണ്ടു. പിന്നെ പെണ്ണ് പറയണം അങ്ങോട്ട് വേണോ പോകണോ വേണ്ടായോ? വേണ്ടേ? പെണ്ണ് പറയണം അങ്ങോട്ടോ പോകണോ. ഞാനൊരു ചെറുക്കനോട് ചോദിച്ചേട്ടാ, നീ വല്ലപ്പോഴും നിൻ്റെ അപ്പനെ ഒന്ന് പോയി കാണണ്ടേ? അച്ഛാ ആഗ്രഹമൊക്കെ ഉണ്ട് അച്ഛാ, പക്ഷേ ബോസ് അനുവദിക്കണ്ടേന്ന്. ഐ ഹാവ് ടു ഗെറ്റ് പെർമിഷൻ ഫ്രം മൈ ബോസ്. ഹു ഈസ് ഹിസ് ബോസ്? ഭാര്യ. ഞാൻ അവനോട് ഒറ്റ മറുപടി പറഞ്ഞു, എടാ ചാകുന്നതിന് മുമ്പ് ഒരു ദിവസം ഈ വാഴനാല് മാറ്റിയിട്ട് അവിടെ നട്ടല് വെക്കണം. ചാകുന്നതിന് മുമ്പ് ഒറ്റ ദിവസം ഈ നട്ടലെന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അവിടെ എന്തോ വെക്കണം. എന്നിട്ട് നീ അങ്ങ് ചാക. എന്നാലും സംഭവമില്ല. ഒരു ദിവസം ഇങ്ങനെ നട്ടലിലൂടെ ജീവിച്ചിട്ട് വേണം ബോസ് ബോസ് ബോസ്. അപ്പോൾ എന്നിവേ അവർ നമ്മുടെ എന്തല്ല, മക്കൾ നമ്മുടെ എന്തല്ല. നമ്മളെത്ര പൊന്നെ പൊടിയെന്ന് വളർത്തിക്കൊണ്ട് വന്നാലും അവനെ പെണ്ണ് കൊണ്ടുപോകുന്നു. പിന്നെ നമ്മൾ എല്ലാവരും പറയും, മക്കളെ നമ്മളിതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് എന്ത് ചെയ്തോണം, ജീവിച്ചോണം. ഞങ്ങൾ കൊടുക്കുന്ന ഉപദേശമാണ്, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടല്ലോ, കിടപ്പിലാകുമ്പോൾ അവരൊക്കെ വരട്ടെ, അതുവരെ നമ്മൾ അവരെ അങ്ങ് ജീവിക്കാൻ എന്ത് ചെയ്യേ, അങ്ങ് അവരും പോയി ജീവിക്കട്ടെ, നിങ്ങളും അങ്ങ് അങ്ങനെയൊക്കെ നമ്മൾ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് കൂടുതൽ യോഗത്തിന് പോവുക. രാവിലെ ചൊവ്വാഴ്ച പ്രാർത്ഥന ലേഡീസ് മീറ്റിങ്ങിനൊക്കെ പോയി പ്രാർത്ഥിച്ചും ഒക്കെ നിങ്ങളങ്ങ് ജീവിക്കണം, കർത്താവിൻ്റെ വേലയൊക്കെ ചെയ്യണം. പറഞ്ഞിട്ട് കാര്യമല്ല. അവരെ എന്ത് ചെയ്യും? അപ്പം ഭൂമിയിൽ എന്തില്ല? മക്കൾ എന്തല്ല? സ്വന്തമല്ല. വണ്ടി സ്വന്തമാണ്. ചിലർക്ക് ഈ വണ്ടി നോക്കും. ചിലരുടെ വണ്ടിയിലൊക്കെ ചാരി ഇന്നാൽ നമ്മുടെ ഒരു നോട്ടം നോക്കും. അവിടെ വലിയൊരു വിഗ്രഹമാണ് എന്ത്? വണ്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പം വണ്ടി നമ്മുടെ എന്തല്ല? സ്വന്തമല്ല. ആണോ? അല്ല. എനിക്ക് രസകരമായ ഒരു അനുഭവം ഉണ്ടായി. വണ്ടി സ്വന്തമല്ല. അപ്പോൾ US വെച്ച് എൻ്റെ ഒരു കസിനെ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു സായിപ്പാണ്, വൈറ്റ. അപ്പോൾ അവനൊരു ചെറുപ്പക്കാരനാണ്, രസികനാണ്. അപ്പോൾ ഇവൻ എന്നെ കൊണ്ട് അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു മലയാളി വീട്ടിലെ ഒരു വിശ്വാസിയുടെ വീട്ടിൽ എന്നെ വൈകിട്ട് കൊണ്ടുപോയി ആക്കാൻ പോവുക. അപ്പോൾ ഇവനിങ്ങനെ പോകുമ്പം ഞങ്ങൾക്ക് അവിടെ റൂട്ട് തെറ്റിയിട്ട് ഈ വീട് അങ്ങോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒക്കുന്നില്ല. അതുകൊണ്ട് ഇവൻ്റെ അടുത്ത് വായി പറഞ്ഞു, ഈ ഏരിയ മുഴുവൻ ഞങ്ങൾ വൈറ്റ്സ് അവിടെയാണ്, മലയാളീസ് ഇല്ലാത്തൊരു സ്ഥലമാണ് ഈ ലൈന്. ചിലപ്പോൾ പുതുതായിട്ട് വല്ലതും വന്നവരായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞു. ഒരു 99% ഞാനിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ഞാൻ ചോദിച്ചാൽ എങ്ങനെ? നമ്മളൊന്ന് കറങ്ങി വരുമ്പോൾ ടൊയോറ്റയുടെ വണ്ടി കിടക്കുന്ന വീട് നോക്കിയാൽ അത് മലയാളി ആയിരിക്കും എന്ന് പറഞ്ഞു. ഈ സായിപ്പ് പറഞ്ഞാണ് ടൊയോറ്റ. ഞാൻ ചോദിച്ചാൽ അതെനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന്. ഞാൻ ചോദിച്ചാൽ അതെന്നെ ചോദിച്ചാൽ പറഞ്ഞു, ഞങ്ങൾ ഈ അമേരിക്കക്കാരും 1-2 വർഷം വണ്ടി ഉപയോഗിച്ചിട്ട് GMC വണ്ടിയൊക്കെ എടുത്തിട്ട് അത് അങ്ങ് കിട്ടുന്ന വിലയ്ക്ക്
വയ്ക്കും. മലയാളികൾ ഭയങ്കര എക്കണോമിക്കലാണ്. അവർ ടൊയോട്ട വണ്ടിക്ക് ലൈഫ് കൂടുതലാണ്. അതുകൊണ്ട് അവർ 5 ലക്ഷം വരെ ഇതിങ്ങനെ മാക്സിമം ഊറ്റിയിട്ടേ കൊടുക്കത്തുള്ളൂ. ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ മാറി. ഇപ്പം ചെറുപ്പക്കാരും മറ്റേ പഴയ ഒരു തലമുറ മാക്സിമം അവരിങ്ങനെ ചുമ്മാ വണ്ടി മാറുമോ? ഇല്ല, ഇപ്പോഴാണ് 1 വർഷം ഉപയോഗിച്ചിട്ട് കളയുന്നത്. അവർ നഷ്ടമൊക്കെ നോക്കി കഴിയുമെങ്കിലും ഒരു ആയുസ് മുഴുവൻ ഈ വണ്ടി തള്ളിക്കൊണ്ട് നടക്കും. വലിയൊരു സന്തോഷമാണ്. അപ്പം എന്നാലും കുറേ കഴിയുമ്പോൾ ഇതെന്ത് ചെയ്തേ ഒക്കത്തുള്ളൂ, കളഞ്ഞേ ഒക്കത്തുള്ളൂ. അപ്പം വണ്ടി സ്വന്തമാണോ? അല്ല. അപ്പം നമുക്ക് ജീവിതത്തിൽ സ്വന്തം എന്ന് പറയാൻ ആരേ ഉള്ളൂ? ഭാര്യയ്ക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യ. അപ്പോൾ എനിക്കിത് തോന്നിയൊരു കാര്യം, 2 ആഴ്ചയായി ഞാനിത് പ്രസംഗിക്കാൻ, 3 ആഴ്ചയായി കാണും. പ്രസംഗിക്കുന്ന ഒത്തിരി ആളായിട്ടുണ്ട്. എന്നാലും ഭയങ്കരമായിട്ട് ചിന്ത തോന്നി. ഞാനൊരു മംഗലാപുരത്ത് ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിന് പോയി. ഞങ്ങളുടെ സഭയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു കൺവെൻഷൻ പോയതാണ്. അപ്പോൾ എന്നെ റാന്നിയിൽ നിന്ന് പിള്ളേർ കൊണ്ട് തിരുവല്ല വിട്ടു. ചത്തിലുള്ള മക്കളാണ്, തിരുവല്ല വിട്ടു. അപ്പോൾ ട്രെയിൻ വരാറുണ്ട്, മലബാർ എക്സ്പ്രസ്സിന് പോകാനാണ്. പിന്നെ ഒരു 1/4 മണിക്കൂറുണ്ട്, ട്രെയിൻ ലേറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു, എന്നെ വിട്ടിട്ട് ഞാൻ ഇവിടുന്ന് കയറി പൊക്കോളാം, നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി ഈ സമയം കൊണ്ട് വീട്ടിൽ പോയി പൊക്കോളാം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അച്ചാച്ച പോകാനൊക്കത്തില്ല. ഞാൻ ചോദിച്ചു അതെൻ്റെ കാര്യം. ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അച്ചാച്ചനെ ട്രെയിൻ വന്ന് ട്രെയിനകത്ത് കയറ്റി ഇരുത്തി പെട്ടിയെടുത്ത് അകത്ത് വെച്ച് കൊടുത്തിട്ടല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും വരാൻ പാടില്ല. അച്ഛൻ അങ്ങനെയൊക്കെ പറയും, കേൾക്കരുത്. അത് അവിടെ ആഗ്രഹമാണ്, അവിടെ നിർബന്ധമാണ്. ഞാൻ ചിലപ്പോൾ ഈ ട്രെയിനിൻ്റെ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. ട്രെയിൻ കാത്തിരുന്ന് അവിടത്തേക്ക് ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. ട്രെയിൻ പോയാലും നമ്മൾ അറിയത്തില്ല. നമ്മളെ അറിയാവുന്ന നമ്മുടെ ഭാര്യയല്ലേ. അപ്പം ഭാര്യയുണ്ട്, അവരോട് പറഞ്ഞിട്ട് ചുരുക്കത്തിൽ എന്നെ കയറ്റി ട്രെയിനെ എടുത്ത് ഞാൻ മംഗലാപുരത്ത് ഇറങ്ങിയപ്പോൾ എൻ്റെ പാസ്റ്റർ എന്നെ വിളിച്ചു, സുഹൃത്താണ്, കൊച്ചുങ്ങൾ പുറത്ത് ഇപ്പോൾ ഉണ്ട്, ആരെങ്കിലും വേണേ പ്ലാറ്റ്ഫോമിലോട്ട് വരും. ഞാൻ ചെന്തിനാ പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് വരണമെങ്കിൽ? ഞാൻ പറഞ്ഞൊന്നും വേണ്ട, വലിക്കാനുള്ള സാധനമുള്ളൂ, ഞാൻ വന്നോളാം. ഞാൻ ചെന്ന് എസ്കലേറ്ററെ കയറി. അപ്പോൾ എസ്കലേറ്ററെ കയറി ബ്രിഡ്ജിൽ കയറി ഇങ്ങനെ ബ്രിഡ്ജിൻ്റെ അവിടെ വന്നിട്ട് താപ്പോട്ട് ഇറങ്ങി. ആ ഓവർ ബ്രിഡ്ജിൽ കൂടെ ഈ ട്രെയിൻ കയറി അവിടെ വന്നിട്ട് താപ്പോട്ട് ഇറങ്ങുക. എസ്കലേറ്ററിൽ നിന്ന് ഇങ്ങനെ സ്റ്റീപ്പ് സ്റ്റെപ്സാണ്. താഴോട്ട് ഇറങ്ങാൻ നേരത്ത് ഞാൻ ഒരു കാഴ്ച കണ്ടു. എനിക്കങ്ങ് സങ്കടമായിപ്പോയി. ഒരു 4 സ്റ്റെപ്പേന്ന് ഈ എസ്കലേറ്റർ ഇങ്ങനെ താഴോട്ട് പോകുന്നിടത്തുനിന്ന് ഒരു 3-4 സ്റ്റെപ്പേന്ന് ഒരു ബാഗും ഒരു കുടയെല്ലായിട്ട് ഒരു അപ്പച്ചൻ തിരിച്ച് കയറുക. ഈ താപ്പോട്ട് പോകുന്ന സ്റ്റെപ്പേന്ന് തിരിച്ച് കയറി അങ്ങനെ ഇരിക്കും. ഒരു 3 സ്റ്റെപ്പേന്ന് തിരിച്ച് കയറി. അപ്പം എനിക്കങ്ങ് സങ്കടമായിപ്പോയി. ഇയാൾ വീഴുപോലെ 19 വയസ്സുണ്ട്. ഞാൻ പെട്ടെന്ന് കയറി ഇങ്ങനെ പിടിച്ച് അപ്പച്ചനെ എടുത്ത് ഒരു തരത്തി പ്ലാറ്റ്ഫോമിൽ നിർത്തി മേളിലോട്ട്. അപ്പച്ചൻ എന്താ പറ്റി? താപ്പോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എനിക്ക് തോന്നി പേടിയായിപ്പോയി. പുള്ളി പിന്നെ എന്ത് ചെയ്താ? തിരിച്ച് കയറിയ. നമുക്ക് സങ്കടമായി. ഞാൻ ആ ബാഗ് എല്ലാം എടുത്ത് ദേഹത്തിട്ട് കുടയെല്ലാം എടുത്ത് മേടിച്ച് വെച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ സാധനമായി എല്ലാം എടുത്തിട്ട് ഞാൻ പറഞ്ഞ്, അപ്പച്ചൻ ഇനി ഒന്നും ചെയ്യണം, മുണ്ടൊക്കെ ഒന്ന് മടക്കി കുത്തിട്ട് എൻ്റെ സൈഡിലോട്ട് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് നിന്നാൽ മതി, നേരെ താഴെ ചെല്ലുമ്പോൾ അങ്ങ് ഇറങ്ങിപ്പോക്കണം, അത്രയേ ഉള്ളൂ, സിമ്പിൾ. ശരി മോനെ. അപ്പച്ചൻ മുണ്ടൊക്കെ മടക്കി കുത്തി കയറിയിരുന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ 2 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ സ്റ്റെപ്പേൽ അങ്ങ് ഇരുന്നു. എസ്കലേറ്റർ എങ്ങോട്ട് പോവുക? താപ്പോട്ട് വരിക. നിന്നാൽ പോലും നമ്മൾ താഴെ വരുമ്പോൾ ഇച്ചിരി പ്രായമുള്ളവരാണെങ്കിൽ അവിടെ വരുമ്പോൾ ഒന്ന് ഇറങ്ങി കാല് വെച്ചില്ലെങ്കിൽ മുഖം കുത്തി വീഴത്തില്ലേ? ആ വരുന്നിടത്തുനിന്ന് സ്റ്റെപ്പൊന്ന്, പിള്ളേരൊക്കെയാണ് ചുമ്മാ കൂളായിട്ട് അങ്ങ് പോകും. എന്നാലും പ്രായമുള്ളവരാണ് ഇറങ്ങി ഇരുന്ന് വന്നാൽ എന്തോ പറ്റും? ഒന്ന് ചിന്തിച്ച് പോയി. എസ്കലേറ്റർ അതാണ് ഇരുന്ന്. അയ്യോ, എനിക്കങ്ങ് ഭയങ്കര സങ്കടവും എല്ലാം കൂടെ വന്നു. ഞാനവിടെ കിടന്ന് അലച്ചു. അയ്യോ, നീ മംഗലാപുരം വന്ന് മറന്നുപോയി. അയ്യോ വരുന്നുണ്ട്, പിടിച്ചൂ എന്നാ മറി. നമ്മൾ ഈ എസ്റ്റംബറായിട്ട് പറയുമ്പോൾ നമുക്ക് ഇംഗ്ലീഷൊന്നും വരത്തില്ല. ഒന്നാമത് നമ്മൾ ഈ മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ച് ഇംഗ്ലീഷൊക്കെ പറയണമെങ്കിൽ നമ്മൾ മലയാളത്തിൽ ചിന്തിച്ചിട്ട് ട്രാൻസ്ലേറ്റൊക്കെ ചെയ്ത് വേണം ഇംഗ്ലീഷിൽ പറയാം. അങ്ങനല്ല ഇംഗ്ലീഷിൽ പറയുന്നത്. മലയാളികളായ നിങ്ങളൊക്കെ ഇംഗ്ലീഷ് തിരുവനന്തപുരത്തായതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ റാന്നിക്കാർ, ഞങ്ങളിങ്ങനെ ഇംഗ്ലീഷ് പറയുന്നത് ഐ ആം പ്രിൻസ്, എൻ്റെ പേര് പ്രിൻസ് എന്നാണ്. നമ്മൾ ഇതിനകത്തൊരു ഓട്ടോമാറ്റിക് എന്ന് കിടക്കും, ഒരു ട്രാൻസ്ലേഷനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നലിച്ചു അയ്യോ വരുന്നുണ്ട് പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ താഴെ ഇരുന്ന ആരോ മനസ്സിലായി. ഇവർ കൂടി വന്ന് ഈ അപ്പച്ചനെ എടുത്ത് വെച്ചു. ഞാൻ താപ്പൊട്ടി വന്നു. അപ്പച്ചനെ ആ മേളിൽ നിൽക്കും, അമറും അവിടെ ഇറങ്ങി വന്നിട്ട് ഈ അപ്പച്ചനെ പിടിച്ച് അവിടെ നിർത്തി. അപ്പച്ച എന്ത് പറ്റി? എവിടെ പോവാ? ക്യാൻസർ ഹോസ്പിറ്റലിൽ പോവാ. ആരും ഇല്ല കൂടെ. അപ്പോൾ ഈ അപ്പച്ചനോട് പറഞ്ഞു, മക്കളുണ്ട്, 3 പേരുണ്ട്. അവരൊക്കെ അയാൾ മാന്യനാ, അവർക്ക് സമയമില്ല മോനെ, അവരെല്ലാം ജോലിക്കാരാണ്, അവർക്കൊക്കെ സമയമില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ പോന്ന. എന്നിട്ട് ഈ മനുഷ്യൻ എന്നെ ഇങ്ങനെ കുറേ നേരം നോക്കിയിട്ട് അയാൾ അങ്ങ് പെട്ടെന്നൊരു വിതുമ്പിയിട്ടൊരു വാക്ക് പറഞ്ഞു. കൂടെ വരാൻ ഒരുത്തി ഉണ്ടായിരുന്നു, കുറച്ച് നാൾക്ക് മുമ്പ് അവളങ്ങ് പോയി. അപ്പോൾ എനിക്കൊരു മനസ്സിലായി, എപ്പോഴും ഈ കൂടെ വരാൻ ആരെ കാണത്തുള്ളൂ? ഭാര്യയെ കാണും. അപ്പം ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു, അതൊരു സത്യമാണ്. നമ്മളെ ഈ ICUലൊക്കെ കൊണ്ടുപോയിരിക്കട്ടെ, എന്നാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലുമൊക്കെ മിക്കവാറും എവിടെ കയറേണ്ടി വരും? ICUലൊക്കെ കയറേണ്ടി വരും. ആരോ ഒരു അച്ഛൻ ICUവിനൊരു ഫുൾ ഫോം പറഞ്ഞിട്ടുണ്ട്, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എന്നല്ല, ICU. അപ്പോൾ ICUയെ കാണാൻ വേണ്ടി
ഐ സി കയറുന്നൊരു. അപ്പോൾ ഈ ഐ സിയിലോട്ട് വരുമ്പോൾ നമ്മളെ എല്ലാം അങ്ങനെ കയറ്റിയിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം പല പിള്ളേരും അച്ഛൻ്റെ ബെഡ് കിട്ടുന്നതിന് മുമ്പ് തന്നെ അവർ സിസ്റ്ററോട് പറയും, സിസ്റ്റർ ഒരു ബൈസ്റ്റാൻഡർ റൂം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്തേക്കാൻ പറയും. എന്നിട്ട് ഈ ഐ സിയിൽ അച്ഛനെ കയറ്റി ഒന്ന് സ്റ്റേബിളാണെന്ന് അറിഞ്ഞാൽ നേരെ ഈ പിള്ളേരെവിടെ പോവും? ബൈസ്റ്റാൻഡർ റൂമിൽ. അത് റീസണാണ്. കാരണം വെറുതെ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻ്റർകോം വഴി അവിടെ വിളിക്കും. പക്ഷേ ഭാര്യ ഉണ്ടെങ്കിൽ എവിടെ പോവും? ഭാര്യ ഉണ്ടെങ്കിൽ എവിടെ പോവും? ബൈസ്റ്റാൻഡർ റൂമിൽ പോകുമ്പോൾ ആ വാതിക്കൽ ആ ബെഞ്ചായിരിക്കുമോ? ആ വാതിക്ക് ബെഞ്ചായിരിക്കും. എന്നിട്ട് ഓരോ പ്രാവശ്യം കഥ തുറക്കുമ്പോഴും എടുത്ത് എത്തി എന്ത് ചെയ്യും? നോക്കും, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. കയറിക്കോട്ടെ എന്ന് പിന്നെ ഒന്നുകൂടെ ചോദിക്കുന്ന ആരായിരിക്കും? ഭാര്യയായിരിക്കും. അപ്പോൾ ഈ ബൈസ്റ്റാൻഡർ റൂമിൽ പോകാതെ ആ വാതിക്ക് ഒരാൾ ഇരിക്കണമെങ്കിൽ ആര് വേണം? ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് വേണം. വേണം. മറ്റേ പിള്ളേരെല്ലാം സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. അപ്പോൾ നമുക്ക് ഈ ജീവിതത്തിൽ സ്വന്തം എന്ന് പറയാൻ ആരേ ഉള്ളൂ? സ്വന്തം എന്ന് പറയാൻ ഒരു മനുഷ്യനെ ഞാൻ നോക്കിയിട്ട് ആരേ ഉള്ളൂ? ഭർത്താവിന് ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവ്. അതുപോലെയാണ് വചനം പറയുന്നത്, ഓരോരുത്തരും ആരെ വേണം? സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവ്. അപ്പോൾ അവർ കൂടെ നടക്കുമ്പോൾ നമ്മളതിൻ്റെ വില അറിയത്തില്ലെങ്കിലും ഈ കൂടെ നടക്കുന്നതിനെ ഈ സഭയെന്ന കുടുംബത്തിന് അതിൻ്റെ സ്നേഹം അറിഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്. എന്നാലേ ഈ ശത്രുവിൻ്റെ തന്ത്രത്തോടൊക്കെ എതിർത്ത് ചെയ്യാൻ എന്ത് ചെയ്യത്തുള്ളൂ? ഒക്കത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് പഠിപ്പിച്ച് ഈ കൂടെ നിൽക്കുന്നവരെ കൂടെ ഉള്ളപ്പം കുറേ കൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കണം. കൂടെ നടക്കാൻ വേണ്ടി തന്നവരെ എല്ലാം കുറച്ചുകൂടെ ചേർത്ത് പിടിക്കും. ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുക. ഭർത്താവോ ഭാര്യ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. കാരണം എത്ര നാളുണ്ടെന്ന് നമുക്ക് ആർക്കും എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. അറിയാമോ എത്ര നാളുണ്ടെന്ന്? അറിയാമോ? ഇല്ല. ഞാനൊരു സിമ്പിൾ കണക്ക് പറയാം, പക്ഷേ അത് പരമാർത്ഥമാണ്. ഞാൻ ഈ പോകുന്നിടത്തല്ല ഇപ്പോൾ ഇത് പറയുന്നുണ്ട്. കുറേ വ്യത്യാസം വന്നു, ഒത്തിരി പേര് എന്നോട് പറഞ്ഞതുകൊണ്ടാണ്. നമുക്ക് ഒരു മനുഷ്യന് ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്ന ആയുസ് എത്ര? 70, ഏറെയായ 80. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, അത് മറ്റൊരു കാര്യം. എന്നാൽ 80 ഒരു ഐഡിയലായിട്ടൊരു ടൈമാണ്. 70, ഏറെയായ 80. 80നൊക്കെ മേളിൽ പോവുകയാണെങ്കിൽ പ്രാർത്ഥിച്ചോണം, ആരോഗ്യം കൂടെ എന്ത് ചെയ്യണം? കിട്ടണം. ഇല്ലെങ്കിൽ നമ്മളവിടെ കിടക്കും. നമ്മൾ ചാകാൻ വേണ്ടി നമ്മുടെ പിള്ളേർ ഉപവസിക്കും. സത്യമായിട്ട് ഉപവസിക്കും. അമ്മച്ചി കുറേ നാളായിട്ട് കിടപ്പാണ്. ഞങ്ങൾ പറഞ്ഞ് പാസ്റ്റർ എങ്ങും പോകരുത്, പാസ്റ്റർ ഡേറ്റിൽ തന്നെ ഉപവാസം വെക്കണം 3 ദിവസം. ഞാൻ ചോദിച്ചു എന്നാ വിഷയം? ഭയങ്കര, നമുക്ക് ഈ പ്രാവശ്യം വിടുതൽ കിട്ടിയോ ഒക്കത്തുള്ളൂ പാസ്റ്റേ, വിടുതൽ കിട്ടിയോ ഒക്കത്തുള്ളൂ. അപ്പം ഞാനടുത്ത് എന്താ പ്രശ്നം? കടമാണോ? വസ്തു വിൽക്കാനുണ്ട്? അതാണോ? ഒന്നുമല്ല, അമ്മച്ചി ചാകണം. അമ്മച്ചിക്കും കഷ്ടപ്പാട്, നമുക്കും കഷ്ടപ്പാട്. അപ്പം അവർ ശരിക്കും വിടുന്നതിന് വേണ്ടി ഞാൻ അവരെയും കുറ്റം പറയുന്നില്ല. കാരണം അവർ പറയുന്നത് എങ്ങോട്ടും എന്ത് ചെയ്യാൻ ഒക്കത്തില്ല, പോകാൻ ഒക്കത്തില്ല. അവളെയും കൊണ്ട് ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ അങ്ങനെ അല്ലാത്ത ഒറ്റ സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി, അതും മറക്കാത്തൊരു സംഭവം. അത് പിറവത്തിനടുത്തൊരു സ്ഥലത്താണ് ഞാനൊരു കൺവെൻഷന് പ്രസംഗിക്കുന്നത്. അപ്പോൾ അതൊരു വീടിനോട് ചേർന്ന ഒരു അയ്യത്തിങ്ങനെ പന്തലിട്ട് നടത്തുന്ന കൺവെൻഷനാണ്. ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ നിൽപ്പുണ്ട്. നല്ല കട്ടയാനൊരു മനുഷ്യൻ. അയാളുടെ മുഖം ഇപ്പോഴും എൻ്റെ അകത്തിരിപ്പുണ്ട്. ഉരുക്കൊരു സാധനം ഇങ്ങനെ നിൽക്കുക, അധികമായി. അപ്പോൾ യോഗം കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ആ അച്ഛനെ നമുക്ക് ഈ സ്ഥലം തന്നത് അവിടുത്തെ അമ്മച്ചി അവിടെ കൊണ്ട്, പഴയൊരു അമ്മച്ചിയാണ്, ഒന്ന് വേണേൽ ഒന്ന് പോയി ഓർത്തഡോക്സുകാരാ, ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. അപ്പോൾ ഞാൻ ചെന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അമ്മച്ചിക്ക് എത്ര വയസ്സായി? 98 വയസ്സായെന്ന് പറഞ്ഞു. അമ്മച്ചിക്ക് 98 വയസ്സ്. കുറച്ച് ആളായിട്ട് അൽഷേമിസാണ്, ഓർമ്മക്കുറവൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ രാത്രി ഇറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയൊക്കെ സൂക്ഷിക്കണം. ഭാര്യ അതുകൊണ്ട് അമ്മച്ചിയുടെ കൂടെ കിടക്കുന്നത്. ഞാനിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എന്നിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, മനുഷ്യന് 70, ഏറെയായ 80. അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖവുമാണ്. അതുകൊണ്ട് കർത്താവേ, അമ്മച്ചിക്ക് കർത്താവ് ഇത്രയും ദീർഘായുസ് കൊടുത്തില്ലേ, ദൈവമേ, ഇനി അധികം കഷ്ടത്തിലാക്കാതെ അങ്ങയുടെ ഇഷ്ടം അമ്മയിൽ നിറവേറണം എന്നൊക്കെയുള്ളൊരു ശൈലിയുണ്ടല്ലോ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബലിഷ്ടമായ ഒരു കരം എൻ്റെ ഇവിടെ വീണു. എന്നെ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ അമ്മ സെഞ്ചുറി അടിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ സെഞ്ചുറി അടിക്കാൻ ഞാൻ ഞെട്ടിപ്പോയി. ഞാനിങ്ങനെ അതിശയിച്ചു പോയി. ഞാൻ പിന്നെ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നാലും 100 തികയ്ക്കാൻ നിനക്ക്. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷം. ആ മനുഷ്യനിപ്പം വിശ്വാസത്തിലായി. കഴിഞ്ഞ വർഷം ഞാൻ കണ്ട് പറഞ്ഞു, സെഞ്ചുറി അടിച്ച് പാസ്റ്റർ എന്ന് പറഞ്ഞു. അതെൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവം. എന്നാൽ പലവട്ടം വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടുണ്ട്.
പിന്നെ നമ്മളിങ്ങനെ അവരെയും പിണക്കരുത്. ഇതാണ് ഈ പാസ്റ്ററുടെ ഒരു പ്രശ്നം. കറിയാച്ചൻ വന്ന് അച്ഛനോട് പറഞ്ഞെന്നാണ് പറയുന്നത്, കേട്ടിട്ടുണ്ടായിരിക്കും. കറിയാച്ചൻ വന്ന് പാസ്റ്ററോട് പറഞ്ഞു, അച്ഛൻ തോമാച്ചനെ കാണിച്ച മഹാ തെമ്മാടിത്തരമല്ലേ. അച്ഛനെല്ലാം കേട്ട് പറഞ്ഞു, മോനെ നീ പറഞ്ഞത് അതിൻ്റെ സത്യമാണെന്ന് പറഞ്ഞു. ഇച്ചിരി കഴിഞ്ഞപ്പം തോമാച്ചൻ വന്നു, കറിയാച്ചൻ കാണിച്ചത് എന്തോ ഒരു വൃത്തികേടാ, നീ പറഞ്ഞത് അതിൻ്റെ ശരിയെന്ന് പറഞ്ഞു. ഇത് രണ്ടും കേട്ടോണ്ട് കൊച്ചമ്മ വന്നു. അച്ഛൻ കുറേ നേരം അവനോട് പറഞ്ഞു ന്യായം, ഇവനോട് പറഞ്ഞു ശരി. നീ പറഞ്ഞതാടി അതിൻ്റെ എല്ലാം ഇതല്ലേ ആര് ഉപദേശി എന്നൊക്കെ പറയുന്ന സംഭവം. ആരെ എന്ത് ചെയ്യാനൊക്കത്തില്ല, പിണക്കാതൊക്കെ ഇങ്ങനെ പോകണം. അപ്പം നമ്മളെങ്ങും തൊടാതൊക്കെ പ്രാർത്ഥിച്ചൊക്കെ എന്നാലും സങ്കടമാണ്. അപ്പം നമുക്ക് ഈ ഭൂമി സ്വന്തം എന്ന് പറയാൻ ആരേ ഉള്ളൂ? ഭാര്യയും അതുകൊണ്ട് ഈ അച്ചാച്ചന്മാരെ കുറേ അങ്ങ് സ്നേഹിക്കണം. അപ്പം നമുക്ക് 80 വരെ ഉണ്ടെങ്കിൽ എത്രയേ ഉള്ളൂ ദിവസം? 29,200 ദിവസം. 80 × 365 ശരിയാണോ? കുറിച്ച് നോക്കണേ. 29,200. ഇനി നിങ്ങൾക്ക് ഇനി എത്ര ദിവസമുണ്ട്? നിങ്ങൾക്ക് ഇനി എത്ര ദിവസമുണ്ട്? മുഖമൊക്കെ അങ്ങ് മാടി, ഇതുവരെയുള്ള സന്തോഷമൊക്കെ അങ്ങ് പോയി. നിങ്ങൾക്ക് ഇനി എത്ര ദിവസമുണ്ട്? നിങ്ങളുടെ ആയുസ് 80 മൈനസ് നിങ്ങളുടെ ആയുസ്. ഭൂരിപക്ഷം പേരും ഇവിടെ 40 മേളിലാണ്. കൊച്ചൊക്കെ ഒഴിച്ച ബാക്കി ഭൂരിപക്ഷവും 40 മേളിലാണ്. ഇനി എത്ര ദിവസമുണ്ട്? 40 ഉണ്ടെങ്കിൽ 4 3 12, 4 6 24, 14,000. 45 അത്രയില്ല, ഉണ്ടോ? ഇല്ല. അപ്പോൾ ഒരു 14,000 ദിവസം. ആ ദിവസത്തിൽ നിങ്ങളുടെ ചേട്ടൻ നിങ്ങളെക്കാട്ടി ഒരു 5 പൈസ എന്തായിരിക്കും? മൂത്തായിരിക്കണം. ആയിരിക്കുമല്ലോ. അതും വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ പിള്ളേരുടെ മുമ്പ് വെച്ച് എടാപോടാ വിളിക്കാതെ എല്ലാവരുടെ മുമ്പ് വെച്ച് അച്ചാച്ചാന്ന് മാത്രമൊക്കെ വിളിച്ച് അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. മൂത്ത ആണെങ്കിൽ നമുക്ക് 75 ആകുമ്പോഴേ ആരെ കൊണ്ടുപോകും? അച്ചാനെ കൊണ്ടുപോകും. പ്രായമനുസരിച്ചാണ് വിളി വന്നത് എങ്കിൽ. അങ്ങനെയാണ്. ഇനി എത്ര ദിവസം ഒന്നിച്ചുണ്ട്? ഇനി എല്ലാവർക്കും ഒരു ഇത്ര ദിവസമുള്ളൂ. വിഷമിക്കൊന്നും വേണ്ട. അത്രയ്ക്കെത്ര ദിവസം? ഒരു 10, 8,000, 9,000. അതിനിടയ്ക്ക് പലപ്പോഴും ഗൾഫിലൊക്കെ ആണെങ്കിൽ അതുമില്ല. അതുകൊണ്ട് ഞാനിപ്പം പറയുന്ന എല്ലാവരോടും ഗൾഫുകാരെ എല്ലാം തിരിച്ചു വിളിക്കുക. ആ പിള്ളേർ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോളും. ലോണൊക്കെ എടുത്ത് അവർ വേണേ അടച്ചോളാൻ പറയുക. എന്നിട്ട് അച്ഛനും അമ്മയമ്മയും കൂടെ എന്ത് ചെയ്യുക? ജീവിക്കുക. കിടന്ന് കഷ്ടപ്പെട്ടൊക്കെ മതി. നമുക്ക് സ്വന്തം എന്ന് പറയും. ഇത്രയും ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ അത്രയും ദിവസം ഒരാളും പിണങ്ങാതെ ഇങ്ങനെ എപ്പോഴും ചേർത്ത് പിടിക്കണം. ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവ്. എത്ര ദിവസമേ ഉള്ളൂ? ഇത്രയും ദിവസമല്ലേ ഉള്ളൂ. ഈ ഭൂമി സ്വന്തം എന്ന് പറയാൻ സത്യത്തിൽ ദൈവം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഈ കൂട്ടാണ്. ഈ കൂട്ട് കർത്താവ് കൊടുക്കാൻ കാര്യമുണ്ട്. ദൈവം ശിഷ്യന്മാരെ അയച്ചു. എങ്ങനെ അയച്ചത്? 70 വരെ അയച്ചു. എങ്ങനെ അയച്ചു? ഈരണ്ടായിട്ട് അയച്ചു. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ കർത്താവിനോട് പറഞ്ഞ കർത്താവിന് വേണേ ഓരോരുത്തരായിട്ട് അയച്ചായിരുന്നെങ്കിൽ ഞങ്ങളുടെ കണക്കിൽ 70 സ്ഥലത്ത് എന്തോ ഉണ്ടായേനെ? വേറെ ഉണ്ടായേനെ. ഈ 2 പേരെ വിട്ടുമ്പോൾ 70 എത്രയായി? 35ആയി. അപ്പോൾ അത് എക്കണോമിക്കലി തെറ്റോ ശരിയോ? എക്കണോമിക്കലി മിസ്മാനേജ്മെൻറ്റാണ്. പക്ഷേ കർത്താവ് പറഞ്ഞു 70 സ്ഥലത്ത് വേറെ ഉണ്ടാകുന്നതിലും എനിക്ക് സന്തോഷം. അവരിങ്ങനെ കൂട്ടും കൂടി നടക്കുന്ന. അപ്പോൾ എല്ലാ മനുഷ്യനും ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന വലിയൊരു കാര്യമാണ് എന്ത്? കൂട്ട് എന്ന് പറയുന്നത്. ഓരോരുത്തരും എന്തുണ്ടാകണം? സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിച്ചും കീഴ്പ്പെട്ടും സ്നേഹിച്ചും ഒക്കെ ഇങ്ങനെ പോകണം. കാരണം നമുക്ക് ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന വലിയ ദാനമാണ്. എന്ത് ചെയ്യുന്നത് പോലെ ക്രിസ്തു സഭയെ ചെയ്യുന്ന പോലെ. എന്നിട്ട് 6-ാം അധ്യായത്തിലേക്ക് വരുന്നു. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അടുത്ത റിലേഷൻഷിപ്പ് കാണുകയാണ്. എന്താണ്? മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ എന്ത് ചെയ്യണം? അനുസരിക്കണം. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കണം. എന്നിട്ട് പറഞ്ഞ് മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കും. ഇതാര് പറയുകയാണ്? കർത്താവിൽ എന്ന് പറയുക. അപ്പോൾ ഈ അമ്മയും അപ്പനും എന്നൊക്കെ പറയുമ്പോൾ എല്ലാ അമ്മയപ്പനും ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. നമുക്ക് ഇതെല്ലാം ഈ പിള്ളേർക്ക് വേണ്ടി എല്ലാം കഷ്ടപ്പെട്ടിട്ടും സത്യത്തിൽ റിട്ടേൺ എന്നൊക്കെ പറയുന്നത് എന്താണ്? റിട്ടേൺ എന്ന് പറയുന്ന ഒന്നുള്ളൂ. ഇവർ നിറച്ച് അമ്മേ അങ്ങനെ അല്ലെ അപ്പ എന്ന് വിളിക്കുന്നതിൻ്റെ ഒരു സുഖമാണ് നമുക്ക് ആകെപ്പാടെ കിട്ടുന്ന റിട്ടേൺ. അതല്ലേ ഉള്ളൂ. അതാണ് നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇവർ നിറച്ച് നമ്മളെ എന്ത് ചെയ്യുക? വിളിക്കുക. നമ്മളോടൊപ്പം വർത്താനമൊക്കെ പറഞ്ഞ്. അതേസമയം ഈ ടീനേജൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ പിള്ളേർ നമ്മൾ വിളിച്ചാൽ എന്ത് ചെയ്യത്തില്ല? വരത്തില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് വലിയൊരു പ്രശ്നമുണ്ട്. ആരോടും മിണ്ടത്തില്ല. അപ്പനും അമ്മയോടും ഒട്ടും എന്ത് ചെയ്യത്തില്ല? മിണ്ടത്തില്ല. എപ്പോഴും അവരവരുടെ
ഫോണിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. മോനെ എന്തോ ഉണ്ടാ, ഇങ്ങോട്ട് വന്നു കഴിയും, എന്നാടാ, പിന്നെ അങ്ങ് പോവാണ്. ബിസിയാണ്, ടു ബിസി വിത്ത് സമ്മൺ. ആരാണ് ദൈവത്തിനറിയും. ഒന്നുമില്ലെങ്കിൽ ഏതോ എന്തോടത്തോട് വർത്താനം പറഞ്ഞിട്ട് ആർക്കും ആരോടും എന്ത് ചെയ്യാനില്ല, വർത്താനം പറയും. അവിടെയാണ് പറയുന്നത്, നിങ്ങൾ മക്കളെ നിങ്ങൾ ആരെ സ്നേഹിക്കണം? അമ്മയപ്പന്മാരെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. എന്തിനാ അമ്മയപ്പന്മാരെ സ്നേഹിക്കണം? ഇത് കർത്താവ് പഠിപ്പിച്ചൊരു മാതൃകയാണ്. കർത്താവ് കാന്ത എങ്ങനെ സ്നേഹിച്ചെന്നറിയാമോ? തൻ്റെ ജീവൻ കൊടുത്ത് സ്നേഹിച്ചു. ജീവൻ കൊടുത്ത് തൻ്റെ കാന്തയെ പരിപാലിച്ച ദൈവം പറയുകയാണ്, ഞാൻ അവളെ പോറ്റി എന്ത് ചെയ്യുന്നുണ്ട്? പുലർത്തുന്നുണ്ട്. അതുപോലെ നിങ്ങളും ചെയ്യണം. 2 പറയുന്നു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കണം. അമ്മയപ്പന്മാരെ അനുസരിക്കണം. അപ്പോൾ ഞാനൊരു കർത്താവിലൊരു പ്രത്യേകത കണ്ടു. എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ, അപ്പനും ഒറ്റ മോനെ ഉള്ളായിരുന്നു. ഒരു മോനെ ഉള്ളായിരുന്നു ആ അപ്പന്, ഒറ്റ മോൻ. ആ ഒരു മോനും അപ്പനും കൂടെ ഭയങ്കര സ്നേഹമായിരുന്നു. ഈ മോന് ഭയങ്കര അലച്ചിലാണ് പകലല്ല. രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകും. അങ്ങനെ നടന്ന് ഉള്ള സ്ഥലത്തൂടെ എല്ലാം നടന്ന് ഒത്തിരി കാര്യങ്ങൾ പോയിട്ട് ഒത്തിരി പേരെയൊക്കെ ശുശ്രൂഷിച്ചിട്ട് സന്ധ്യയാകുമ്പോൾ അങ്ങ് ക്ഷീണിക്കും. പക്ഷേ ഈ ഒറ്റ മോനൊരു കാര്യം ചെയ്യായിരുന്നു. എത്ര ക്ഷീണമാണെങ്കിലും എത്ര വയ്യായെങ്കിലും സന്ധ്യയാകുമ്പോൾ ഒറ്റ പോക്ക് പോവും. എല്ലാവരും ഇന്ന് സ്കിപ്പാവും. ആ പുള്ളിയുടെ കൂടെ ഒത്തിരി പേരുണ്ടായിരുന്നു. കൂട്ടുകാരെ എല്ലാം വിട്ടിട്ട് ഈ ഒറ്റ മോൻ ഒറ്റ പോക്ക് പോവും. എന്നിട്ട് ഓവർ നൈറ്റ് ഇരുന്നിട്ട് അവരപ്പനും മോനും കൂടെ വർത്താനം പറയും. രാത്രി മുഴുവൻ ഇരുന്ന് വർത്താനം പറയും. ആ മോനെ നിങ്ങൾക്കറിയാമോ? ആ മോനാണ് യേശു കർത്താവ്, തൻ്റെ ഏകജാതനായ പുത്രൻ. എത്ര മോനുണ്ടായിരുന്നു? ഒറ്റ മോൻ. പിന്നെ നമ്മളെല്ലാം മക്കളായത് ഒറ്റ മോൻ. ആ ഒറ്റ മോൻ എന്നും പകൽ മുഴുവൻ അലച്ചിലാണ്. ഗലീലയിൽ എല്ലാം നടന്ന് വർത്താനം എല്ലാം പറഞ്ഞ് കായലരികത്തും ആ കടലിൻ്റെ അതുവഴി എല്ലാം പോയി വള്ളത്തിലൊക്കെ ഇരുന്ന് വർത്താനം എല്ലാം പറഞ്ഞ് രോഗികളെല്ലാം സൗഖ്യമാക്കി ഫുൾ എനർജി എക്സോസ് ആയാലും എത്ര ക്ഷീണമാണെന്നതിന് ആരോട് വർത്താനം പറയാതെ കിടക്കത്തില്ല. അപ്പൻ്റെ അടുക്ക പോയി കുറേ നേരം വർത്താനം പറഞ്ഞിരിക്കുന്നൊരു മോൻ. ഈ ഒരു മോനെ നിങ്ങൾ കണ്ടോ? യേശു പറയാത്ത ഒരു കാര്യം. നമ്മളിങ്ങനെ കർത്താവിനെ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കിതുപോലെ മാതൃകയാക്കാൻ പറ്റിയ ഒരാളില്ല. രാത്രി മുഴുവൻ പോയി ആരെടുക്ക ഇരിക്കും? അപ്പൻ്റെ അടുക്ക. എനിക്കെന്നിട്ട് മനസ്സിലാകുന്നില്ല, കൊതി തീരാതെ ഈ അപ്പനും മോനും ഓവർ നൈറ്റ് എന്താ പറയുക? വർത്താനം പറയും. ഓവർ നൈറ്റ് വർത്താനം. എന്നിട്ട് കുരിശേ കിടന്നിട്ടും വിളിച്ചു വേദനയിലും, അപ്പാ ഇവരോട് എന്ത് ചെയ്യണം? ക്ഷമിക്കണം. മരിക്കാൻ നേരത്ത് ഒറ്റ അയ്യോന്നൊന്നുമല്ല വിളിച്ചത്, അപ്പാ താണ്ട് ഞാൻ അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു. അപ്പോൾ ഈ അപ്പനും മോനും തമ്മിലുള്ള ബന്ധം കണ്ട്. സോ വി ഹാവ് എ മോഡൽ. ദാറ്റ് മോഡൽ ഈസ് ജീസസ് ക്രൈസ്റ്റ്. രാത്രി മുഴുവൻ ഇങ്ങനെ അപ്പനോട് വർത്താനം പറയുന്നൊരു മോൻ. പക്ഷേ ഇത് ഇങ്ങനൊരു മോനെ, ഒരു കൗണ്ടർ കൾച്ചർ ഈ തലമുറയ്ക്കൊക്കെ ഒന്ന് കിട്ടിയായിരുന്നത് എന്ത് നല്ലതായിരുന്നു. മക്കളോട് വർത്താനം പറയാത്ത അപ്പനോട് എന്നടാന്ന് ചോദിച്ചാൽ മിണ്ടാത്തെ. മക്കൾ നിങ്ങൾ എന്നടാ മിണ്ടാത്തെ? ഒന്നും പറയാൻ ഇല്ല. അപ്പം ഞാൻ ഈ യേശുവിനോട് ചോദിച്ചു, നിങ്ങളെന്തോ ഈ പറയുന്നത്? അപ്പോൾ യേശു പറഞ്ഞു, സ്നേഹമുണ്ട്, ചുമ്മാ ഇല്ല, എന്തോ പറയാം, വർത്താനം പറയും. ഈ സ്നേഹം കൂടുമ്പോഴാണ് എന്തോ പറയുന്നത്, വർത്താനം പറയും. ഈ പ്രായമുള്ളവരെടുക്ക ചെന്നാൽ നമുക്കറിയാം അവിടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? നമ്മൾ അവരുടെ അടുക്കൽ പോയി എന്ത് ചെയ്യണം? ഇരിക്കണം. അപ്പോൾ അവരിങ്ങനെ കഥ പറയും. നല്ല രസമാണ് ഈ കഥ കേൾക്കാൻ. വലിയ കാര്യമൊന്നും കാണാം. അന്ന് അരിക്ക് വലിയ വിലയായിരുന്നു. നമുക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം നമുക്ക് ബർഗർ മതിയല്ലോ. ഞങ്ങൾ കപ്പ തിന്നു, ഞങ്ങൾ വാട്ടുകപ്പയും തിന്നു. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും ഈ കഥ ഒത്തിരി വട്ടം ഇങ്ങനെ ഓടിയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മളിത് ഒത്തിരി വട്ടം കേട്ട കഥയാണ്. എന്നാലും അപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊരു രസമാണ് ഇത് കേൾക്കാൻ. 95-ലെ വെള്ളപ്പൊക്കത്തിൻ്റെ കഥയും ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കഥയും എല്ലാം പറഞ്ഞ് എന്നാലും ഭയങ്കര ജ്ഞാനവചസ്സുകളാണ് വരുന്നത്. പക്ഷെ ഇന്ന് കാണുന്ന ഏറ്റവും വലിയൊരു വിഷമം, അവർക്കാർക്കും ആരോടും എന്ത് ചെയ്യാനില്ല, മിണ്ടാനില്ല. ഞാൻ ഈ അടുത്തിടയ്ക്കൊരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ പോയി. അപ്പം എനിക്കൊരു സന്ദേശമൊക്കെ ഉണ്ട് മനസ്സിൽ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭാഗം ഇങ്ങനെ ധ്യാനിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയരെ ഞാൻ എക്സർസൈസ് ചെയ്യില്ല. എനിക്കൊരു അപ്പൻ്റെ ഇങ്ങനെ ഒരു നെടുവ്, ഒരു വിങ്ങൻ ഇങ്ങനെ കേൾക്കാം. എൻ്റെ ചെവി കേൾക്കുകയാണ് വിങ്ങൻ. കാരണം അപ്പനോട് ഒത്തിരി നാളായിട്ട് മിണ്ടുന്നില്ല. എന്നെ മോനെ വിളിക്കാത്തെന്ന് ചോദിച്ചാൽ മോന് റീസണുണ്ട്, ഒട്ടും എന്തോ ഇല്ല, സമയമില്ല, ഒട്ടും സമയം. പക്ഷേ ഈ സമയമില്ലെന്ന് പറയുന്ന മോൻ നാഴിക്കറിവിട്ടും ഭാര്യയെ വിളിക്കും, ഇല്ലേ വിവരം അറിയും. വൈകിട്ട് ചെല്ലുമ്പോൾ ഏത് ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുകയാണെങ്കിലും പോലീസ് ഉണ്ടെങ്കിലും ആര് വിളിച്ചാൽ എടുക്കും? ഭാര്യ വിളിച്ചെടുക്കും. അതും റഡാറല്ല, നമ്മളിത് കാണുന്നതാണ് പലപ്പോഴും. ആര് വിളിച്ചാലും എടുക്കാത്തവനും ആര് വിളിച്ചാൽ എടുക്കും?
അപ്പോൾ അവനെടുക്കാൻ അറിയാം, എടാ റഡാർ, എന്നാലും സാരമില്ല, വീട്ടിൽ ചെല്ലണ്ട്. ഇപ്പോൾ അതിനെല്ലാം സമയമുണ്ട്, പക്ഷെ ആരോടും മിണ്ടാൻ സമയമില്ല. അപ്പനും അമ്മയുടെ അടുത്ത് പോയി കുറച്ച് നേരം ചുമ്മാ ഇരിക്കാൻ സമയമില്ല. ഈ കൊച്ചുമക്കളും അത് തന്നെ ചെയ്യത്തില്ല. പക്ഷേ ഇവർക്ക് വലിയ സന്തോഷമാണ് ഈ പിള്ളേരെ എടുക്കുക കിട്ടിയ ആരെ, കൊച്ചുമക്കളെ കൈകിട്ടും. പക്ഷെ പലരും ഉണ്ട് കൊച്ചുമക്കളെ പോലും അങ്ങോട്ട് എന്ത് ചെയ്യത്തില്ല, വിടത്തില്ല. ഇവിടെയാണ് ഒരു മോൻ പഠിപ്പിച്ചൊരു പാഠം. എന്നും രാത്രി ഞാനിവിടെ പോയി ഇരിക്കുമായിരുന്നു, അപ്പൻ്റെ അടുക്കൽ പോയി ഇരിക്കുമായിരുന്നു. അപ്പം ഞാനൊരു കഥ വായിച്ച്, കഥ വെറും കഥയല്ല, ആത്മകഥയാണ്. അത് വിശ്വസനീയമായൊരു ആത്മകഥ. ഇന്ത്യക്കാരൻ്റെ ഒരു അഭിമാനഭാചനമുണ്ട്. ഇന്ത്യക്കാരൻ്റെ മനസ്സിൽ ഒരിക്കലും മരിക്കാതെ കിടക്കുന്ന ഒരു മനുഷ്യൻ, അത് നമ്മുടെ രാഷ്ട്രപിതാവാണ്. ആരാ? മഹാത്മാ ഗാന്ധി. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുണ്ട്. എൻ്റെ ആ ആത്മകഥ വായിച്ചാൽ അതൊരു 3-4 ചാപ്റ്റർ ഇങ്ങനെ പോകുമ്പോൾ അതിനകത്തൊരു, മക്കളൊക്കെ ഒന്ന് വായിക്കണം, ഒരു ചാപ്റ്ററുണ്ട്, എൻ്റെ പിതാവിൻ്റെ മരണവും ഇരട്ടക്കളങ്കവും. അങ്ങനെ ഒരു ക്യാപ്ഷനിൽ ഒരു അധ്യായം കിടപ്പുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ എയർപോർട്ടിൽ ഇരുന്ന് ഇത് DC ബുക്സിൽ നിന്ന് മേടിച്ചിട്ട് ചുമ്മാ ഇന്ന് വായിച്ചപ്പോൾ എനിക്കത് ഭയങ്കര ഹൃദ്യമായിട്ട് തോന്നി. അപ്പൻ്റെ മരണവും എൻ്റെ ഇരട്ടക്കളങ്കവും. സംഭവം ഇത്രയേ ഉള്ളൂ, അപ്പനിങ്ങനെ മരിക്കാറായി കിടക്കുക. അപ്പോൾ ഈ ഗാന്ധി കൊച്ചിറക്കം കസ്തൂർബായി കല്യാണം കഴിച്ച്, പക്ഷേ എപ്പോഴും പോയി അപ്പൻ്റെ അടുക്ക പോയി ഇങ്ങനെ കാല് തിരുമ്മി അപ്പന് വയ്യാ കിടക്കുക, മരിക്കാറായി കിടക്കുക. അപ്പോൾ അപ്പൻ്റെ അടുക്ക പോയിരുന്ന കാല് തിരും. അതാണ് ഗാന്ധിയുടെ ജോലി. കുറേ നേരം കാല് തിരിങ്ങി അപ്പൻ ഉറങ്ങിയെന്ന് കണ്ടാലേ എഴുന്നേറ്റ് പുത്രം. അപ്പോൾ ഉറങ്ങിയെന്ന് കണ്ടാലും കുറേ നേരം പുള്ളിക്ക് അത് ഇഷ്ടമായിരുന്നു. പക്ഷേ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ കാല് തിരുമ്മിക്കൊണ്ടിരിക്കുമ്പം കസ്തൂർബ മുറിക്കകത്തുള്ളത് കൊണ്ടൊരു ഉൾവിളി. അപ്പം പതുക്കെ കാല് തിരുമ്പ നിർത്തിയിട്ട് അപ്പോൾ അപ്പാപ്പൻ വന്നിട്ട് പറഞ്ഞു, നീ വേണേൽ അവിടെ മനപ്പ് കണ്ട പൊക്കോളം. അങ്ങനെ പോയിട്ട് മുറിക്കകത്ത് കയറി കഥകടച്ച് സിക്കായിട്ട് കസ്തൂർബ എടുക്കണം. കുറേ കഴിഞ്ഞപ്പോൾ വേലക്കാരൻ വന്ന് കഥകയെ കൊട്ടിയിട്ട് പറഞ്ഞു, ചെന്നപ്പോൾ അപ്പൻ എന്ത് ചെയ്തു പോയി, മരിച്ചുപോയി. അന്ന് മുതൽ തൻ്റെ മനസ്സിനൊരു ഭയങ്കര ദുഃഖമുണ്ടായി. കാരണം കുറേ നേരം കൊണ്ടിരുന്ന് കാല് ഞെക്കിയായിരുന്നെങ്കിൽ അപ്പം മരിക്കുന്നത് എന്ത് ചെയ്യായിരുന്നു, കാണാമായിരുന്നു. പക്ഷേ ഇനി ഞെക്കിക്കൊടുക്കാൻ എന്തില്ല, കാല് ഇല്ല. ഇനി ഞെക്കിക്കൊടുക്കാൻ എന്തില്ല, കാലില്ല. എൻ്റെ അപ്പ ഇങ്ങനെ വന്നിട്ട് കാല് കിളത്തി വെക്കുമായിരുന്നു ഞെക്കാൻ വേണ്ടി. നമ്മളിങ്ങനെ ഞെക്കിയിട്ട് പതുക്കെ പപ്പ എന്നൊക്കെ പറഞ്ഞങ്ങ് മാറുമായിരുന്നു. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കാറുണ്ട് എൻ്റെ കാല് ഞെക്കണമെന്ന്. പക്ഷേ ഇവന്മാർ 7 അയലോക്കത്ത് വരത്തില്ല. അവർക്കെല്ലാം നമ്മൾ വരുന്നതിന് മുമ്പ് ഫോൺ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, കർത്താവ് ഞെക്കാനൊരു അപ്പനുണ്ടായിരുന്നെങ്കിൽ പിള്ളേർക്ക് കാണിച്ചെങ്ങനെ കൊടുക്കാമായിരുന്നു. പക്ഷേ ഇന്ന് ഞെക്കി കൊടുക്കാൻ നമുക്ക് എന്തില്ല, അപ്പനില്ല. അതാണ് പക്ഷേ ആ ഗാന്ധിജി ഇറങ്ങിയിട്ടൊരു കാര്യമുണ്ട്, കസ്തൂർബായിക്കായി ഉണ്ടായ കുഞ്ഞ് മരിച്ചു പോയെന്നും പറയുന്നുണ്ട്. പൊട്ടെ, എൻ്റെ അപ്പൻ്റെ മരണം എൻ്റെ ഇരട്ടക്കളങ്ക്. എന്നാലും കർത്താവ് പഠിപ്പിച്ചൊരു കാര്യം, കുറേ നേരം ആരുടെ കൂടി ഇരിക്കണം, അപ്പൻ്റെ അമ്മയുടെ കൂടെ ഇരിക്കണം. അപ്പോൾ ഉപവാസ പ്രാർത്ഥനയുടെ ഇവിടോട്ട് വന്നതിൻ്റെ 15ാമത്തെ ദിവസം ഒരു ഡിസിഷൻ എടുക്കാവോ? അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്നവരൊന്ന് കൈവക്കാമോ? അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്നത് എന്തോ, ലെറ്റ് ഇറ്റ് ബി എനിത്തിങ്. ജീവിച്ചിരിക്കുന്നവരെല്ലാം ഒറ്റക്കാരം ചെയ്യുക. കുറേ നേരം പോയി ചുമ്മാ അടുത്ത് ഇരിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. കാലം ഞെക്കിയോ പുറം തൂത്തോ തലമുടി തപ്പിയോ ഒക്കെ കുറേ നേരം ഇരിക്കുക. അപ്പം ഇനി അവരെത്ര ദിവസം കാണുമെന്നുള്ളത് നമുക്ക് ഇത്രയും ദിവസമേ ഉള്ളൂ. പിന്നെ അപ്പോൾ അവർക്ക് എത്ര ദിവസം കാണും? അവർക്ക് ഇത്ര ദിവസം ഉണ്ടായിരിക്കും. പിന്നെ നമുക്ക് കാര്യം ഞെക്കണ്ട, പിന്നെ നമുക്ക് കൂടെ ഇരിക്കണ്ട. അപ്പോൾ അതുകൊണ്ട് കൂടെ ഉള്ളപ്പം എന്ത് ചെയ്യണം, കൂടെ ഇരുന്ന് വർത്തമാനം പറയണം. പഠിപ്പിച്ചു ഒരാൾ. ആരാ പഠിപ്പിച്ചേ? യേശുവാ പഠിപ്പിച്ചേ. ഇങ്ങനെ രാത്രി മുഴുവൻ ഞാൻ ആ ഭാഗം ഇങ്ങനെ ധ്യാനിച്ചിട്ട് എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. ഒരപ്പൻ്റെ അടുക്ക പോയി ഒരു മോനിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ കൊതി തോന്നി. അതും 30 വയസ്സ് കൊച്ചൊന്നുമല്ല, 4-5 വയസ്സുള്ള കൊച്ചൻ പേടി കൊണ്ട് അപ്പേൻ്റെ കൂടെ വന്ന് കിടക്കും. നമ്മളപ്പം ബലമായിട്ട് മാറ്റി കിടത്തും. പക്ഷേ ഇങ്ങനെ മാറാതെ കിടന്ന ഒരപ്പനും അമ്മയുണ്ട്. അതാണ് യേശുവും അപ്പൻ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കും. അപ്പോൾ ഒരു നിമിഷം കണ്ണടച്ച് ഒന്നോർത്തേ, ഇനി എത്ര ദിവസം കാണും? എത്ര ദിവസമുണ്ടോ അത്രയും ദിവസം ഒക്കുമ്പോഴൊക്കെ ഒന്ന് ഓടിപ്പോയി കുറേ നേരം ഇരിക്കാം. നമുക്ക് പിള്ളേരെന്തല്ല, സ്വന്തമല്ല. എന്നാലും പിള്ളേർ സ്വന്തമല്ല, മനസ്സിൽ നിന്ന് വിട്ടേരെ. പിന്നെ വല്ല പ്രാർത്ഥിക്കുമോ? നിങ്ങളുടെ മക്കളെ ചൊല്ലി എന്ത് ചെയ്തു? കരഞ്ഞോന്നൊക്കെ ചെയ്തു. അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ മക്കളെന്തല്ല, സ്വന്തമല്ല. ആങ്കളി അങ്ങോട്ട് പറന്നു പോവും, പെങ്കിളി അങ്ങോട്ടും പോവും. പിന്നെ നമുക്ക് ആരേ ഉള്ളൂ? അതോർത്തോളം. അപ്പം അപ്പനും ജീവിച്ചിരിക്കുന്നവരെല്ലാം സമയം കണ്ടെത്തി ഒരു കാര്യം. നമ്മൾ വലിയ തീരുമാനമുണ്ട്, കർത്താവിന് വേണ്ടി മരിക്കാൻ പോകാമെന്ന്. അതൊക്കെ നിൽക്കട്ടെ. എന്നിട്ടൊന്നും നടന്നുമില്ല. നടന്നോ?
ഒന്നൊന്നല്ല, എല്ലാ ആണ്ടർത്തിക്കും തീരുമാനിക്കും ഈ വർഷം വലിയ ചേരിഞ്ഞ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കുറച്ചാക്കുമ്പോൾ എന്നോട് പറഞ്ഞ ഒരു ആണ്ടർത്തിക്ക്, എടാ ഞാനൊരു പുതിയ തീരുമാനം എടുത്തു. ഞാൻ ചോദിച്ചു എന്താടാ? ഒരു തീരുമാനം എടുക്കുന്നില്ലെന്ന് അങ്ങനെ തീരുമാനിച്ചു. കാരണം എടുത്തതല്ലാതെ ഇന്ന് വരെ ഒരു കാര്യവും നടന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് പ്രാർത്ഥിച്ചു. അപ്പം നമ്മൾ പറയും ചിലപ്പോൾ ഒത്തിരി കാലങ്ങളായിട്ടുള്ള മുറിവുകളും വിടവുകളും സ്വത്ത് തർക്കങ്ങളും പിണക്കങ്ങളും വൈരാഗ്യങ്ങളും വിഷമങ്ങളും ഒക്കെ കാണും. എല്ലാം അവിടെ ഇരിക്കട്ടെ, അതൊക്കെ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. എന്നാൽ അതിലും വലിയൊരു കാര്യം കർത്താവ് പഠിപ്പിച്ചു. കർത്താവിന് ഒത്തിരി വിഷമമില്ല. എൻ്റെ ദൈവം എന്ന് വിളിച്ചപ്പോൾ മുഖം മറിച്ചില്ലേ. എന്നിട്ടും മരിക്കാൻ നേരത്ത് പറഞ്ഞു, അപ്പാ ഞാൻ എൻ്റെ ആത്മാവിനെ എൻ്റെ കയ്യിലോട്ട് തിരികെ. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് റിലേഷൻഷിപ്പ്. ഇത്രയും വലിയൊരു ബന്ധം ഒരിടത്തും കാണാനൊക്കത്തില്ല. അപ്പം നമുക്ക് കണ്ണടച്ചിട്ട്, കർത്താവേ, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ വേറൊന്നും ചെയ്തില്ലെങ്കിലും സമയം കൊടുക്കാൻ വേണ്ടി ഒരു മനസ്സും ഒക്കെ കിട്ടാനും കുറച്ച് സമയം ഒന്ന് പോയിരിക്കാനും കർത്താവെ എനിക്കിടയാക്കണേ. മരിച്ചിട്ട് ഓടിച്ചെന്ന് മോർച്ചറി വെച്ചിട്ട് ആഡംബരം കാണിക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ചർച്ചയിൽ പറഞ്ഞു, ദൈവത്തെ ഓർത്ത് എല്ലാ മക്കളും മരിക്കുന്നതിന് മുമ്പ് വരിക, കുറേ നേരം ഇവിടെ ഇരിക്കുക, എന്നിട്ട് നിങ്ങളങ്ങ് തിരിച്ചു പോക്കോ. ചാകുമ്പോൾ ആരും വരണ്ട, പൈസ തരൂ, ലൈവായിട്ട് കാണിച്ചേക്കാം. നിങ്ങൾ വരുന്നതിനെക്കാട്ടും ഡീസൻ്റായിട്ട് ഞങ്ങൾക്ക് ശവടക്കണത്ത് അറിയാം. അന്നേരം വന്നിട്ട് ആരെങ്കിലും കാണുമോ? പിന്നെ 5-6 പേരുണ്ടെങ്കിൽ ആരെങ്കിലും റെപ്രസെൻറ്റേറ്റ് വരുമോ? പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? വന്നിരിക്കുക. കാരണം യേശു പഠിപ്പിച്ചു, മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ എന്ത് ചെയ്യണം? അനുസരിക്കും. അടുത്ത വാക്യം, 4-ാം വാക്യം, പിതാക്കന്മാരെ നമ്മുടെ മക്കളെ എന്ത് ചെയ്യാൻ പാടില്ല? കോപിപ്പിക്കരുത്. അപ്പോൾ അതിനകത്ത് എനിക്കൊരു കാര്യം സ്കിപ്പ് ചെയ്തു തോന്നി. ആരെ? അമ്മേ. അതിന് കാരണമുണ്ട്. ഈ അമ്മ മക്കളെ കോപിപ്പിക്കത്തൊന്നുമില്ല. അമ്മ കോപിച്ച് കിടന്ന് ചാടിയാൽ ഇത്രയ്ക്ക് ഉള്ളെന്ന് ആർക്കറിയാം? മക്കൾക്ക്. അതുകൊണ്ട് ഈ അമ്മ എന്തോ പറഞ്ഞാലും ആരും ക്ഷമിക്കും, പിള്ളേർ ക്ഷമിക്കും. അമ്മ അങ്ങനെ പറഞ്ഞില്ല. അമ്മ അങ്ങനെ എന്തെല്ലാം പറയും. അമ്മയല്ലേ, മക്കളല്ലേ, അതങ്ങ് എന്ത് ചെയ്യും? വിടും. പിന്നെ മാക്സിമം അവർക്കറിയാം, കോപിച്ചാലും പിച്ചി പറിക്കുകയും അവൻ അതുകൊണ്ട് മസിൽ പിടിച്ച് ഇങ്ങനെ എന്ത് ചെയ്യും? കാണിക്കും. നിങ്ങളുടെ കൈ നോവെന്നല്ലാതെ ഒരു പ്രയോജനമില്ല. ഉണ്ടോ? ഒരു പ്രയോജനമില്ല. പിച്ചയ്ക്കോ അവർക്ക് ചിരിയാണ്. അമ്മ എന്നെ അടിച്ചു, അപ്പ അടിക്കണ്ട, പിന്നെ ആരടിച്ചാൽ മതി? അമ്മ അടിച്ചാൽ ഇത്രയ്ക്കുള്ളെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അമ്മമാരെ നിങ്ങളുടെ മക്കളെ എന്ത് ചെയ്യാൻ പറഞ്ഞില്ല? കോപ്പി. പക്ഷേ മക്കൾക്ക് സങ്കടമാണ് ആര് പറഞ്ഞ? അപ്പം പറഞ്ഞു. അതുകൊണ്ടായിരിക്കണം അപ്പന്മാരെ നിങ്ങളുടെ മക്കളെ എന്ത് ചെയ്യരുത്? കോപിപ്പിക്കുക. ഈ അപ്പൻ എന്തെങ്കിലും ചെയ്താൽ ഒരിക്കലും ആരുടെ മനസ്സിൽ നിന്ന് പോകത്തില്ല. അമ്മ അടിച്ചാലും ക്ഷമിക്കും, അമ്മ എന്തെങ്കിലും പറഞ്ഞാലും വിട്ടുകളയും. പക്ഷെ ആര് പറഞ്ഞാൽ മറക്കത്തില്ല. എന്നാലും പപ്പ എന്നോട് അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഈ പപ്പ പറയുന്നത് അത് വലിയ പാടാണ്. എനിക്കറിയാവുന്നൊരു കൊച്ചാണ്, അവനിപ്പോൾ വലിയ കൊച്ചനായി. അപ്പോൾ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, മോനെ, ഹൗ ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ഡാഡ്? ഇവനിങ്ങനെ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നമുക്ക് യോഗം കഴിഞ്ഞിട്ട് വർത്താനം പറയും. യോഗം കഴിഞ്ഞിട്ട് ഞാൻ ഈ കൊച്ചിനെ വിളിച്ച്, എന്ത് പറ്റി? അപ്പം പറഞ്ഞു, കൊച്ചിലെ 5-ൽ 6-ലൊക്കെ 6-ാം ക്ലാസ് 7-ാം ക്ലാസ്, ആ ഒരു 8-10 വയസ്സ് ഉണ്ടല്ലോ, കുഞ്ഞു പ്രായം, മഹാകുസൃതിക്ക് പേര് കേട്ട ഒരു കൊച്ചൻ. അവനെ കൊണ്ട് ട്യൂഷന് വിടും. അവനെന്തോ ചെയ്യും? അവിടെ നിന്ന് ചാടി വന്നിട്ട് കളിക്കാൻ പോകും. ഇങ്ങനെ അപ്പം കൊണ്ട് ട്യൂഷന് പോകാൻ വേണ്ടി വിട്ടു. അപ്പം തിരിച്ച് വന്നപ്പോൾ എന്താണ്ട് അവനവിടെ നിന്ന് ക്രിക്കറ്റ് കളിക്കും. ഉയ്യോ, അപ്പനല്ലേ മോൻ. അവിടെ ഇട്ട് എന്ത് ചെയ്തു? അടിച്ചു. നമുക്ക് വലിയ അഹങ്കാരം പോലെ അവിടെ ഇട്ട് അടിച്ചിട്ട് പിന്നെ അവിടുന്ന് എവിടം വരെ അടിച്ചു? വീട് വരെ അടിച്ചു. വലിച്ചിട്ട് അടിച്ചു. വീട്ടിൽ വന്നിട്ടോ നിക്കർ ഊരിയിട്ട് അടിച്ചു. ഇപ്പോഴത്തെ പിള്ളേരൊന്നും അങ്ങനെ അടിക്കത്തേ ഇല്ല. നമ്മളെയൊക്കെ അങ്ങനെയായിരുന്നു അടിക്കുന്നത്. നിക്കറൊക്കെ ഊരി എണ്ണയൊക്കെ പുരട്ടി വളരെ താത്വികമായിട്ട് സമയമൊക്കെ എടുത്ത് അപ്പനും പോയി എണ്ണയൊക്കെ ഇട്ട് വന്ന് പോലീസുകാർ ഇടിക്കാൻ തുടങ്ങുന്നവരാണ്. എന്നെയൊക്കെ അടിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കത്. ഷർട്ടൊക്കെ ഊരിയിട്ട് അതിന് പുള്ളി കൈയൊക്കെ ഇങ്ങനെയൊക്കെ എടുത്ത് അത് വരുമ്പോഴേ നമ്മുടെ അങ്കാക്കലി പറിക്ക്. പോലീസുകാർ ഇടിക്കാൻ വരുന്നവരാണ്. കെട്ടിയൊക്കെ ഇട്ട് അടിക്കുകയാണ്. എൻ്റെ പൊന്നെ, ഇപ്പം നമ്മളൊന്നും ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ഈ അപ്പനിങ്ങോട്ട് വന്നിട്ട് ഇവനെ അടിച്ച് പൊട്ടിച്ച് ഇവൻ്റെ ഈ ബട്ടക്സ് എല്ലാം അങ്ങ് പൊട്ടി. അപ്പോൾ തൊട്ടടുത്തൊരു തെങ്ങുംകുറ്റി വെട്ടിയിട്ടിട്ട് വർഷങ്ങളായി കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് മുഴുവൻ ചെതല. അപ്പോൾ ഈ നിക്കർ ഊരി, വാക്ക് തെറ്റാണെ ക്ഷമിക്കണേ, കുണ്ടി അടിച്ച് പൊട്ടിച്ച് ചോര ഒലിപ്പിച്ച കൊച്ചനെ ബലമായിട്ട് പിടിച്ച് തെങ്ങുംകുറ്റിക്കകത്തിരുത്തി. അതിനകത്ത് എന്തോ ഉണ്ട്? ചെതറുണ്ട്. ഇത് മുഴുവൻ എന്തോ കടിക്കുക? ചെതറ് കടിക്കുക. അവൻ കല്യാണം കഴിച്ച് മക്കളായി. പക്ഷേ ഇപ്പോഴും അപ്പനും മോനും കൂടെ മിണ്ടത്തില്ല. അവന് മിണ്ടാനൊക്കത്തില്ല. അവൻ പറഞ്ഞു, അപ്പനെ കാണുമ്പോഴല്ല എനിക്ക് ഓർമ്മ വരുന്നത് തെങ്ങുംകുറ്റിയും ചെതലുമാണ്.
ഇപ്പോഴും മിണ്ടത്തില്ല. അവൻ്റെ ഒരു 40-42 വയസ്സായി. അവൻ അച്ഛൻ മിണ്ടണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങയുടെ മോന്ത കാണുമ്പോൾ ചെങ്ങൻകുറ്റിയാണ്. എന്നിട്ട് അവൻ്റെ ചാകാൻ കൊടുക്കുമ്പോൾ എങ്ങനെ അന്തിജീവനം കൊടുക്കുന്നുള്ള അച്ഛാ വിഷയം. അന്നേരം ഈ മുഖം എന്ത് ചെയ്തു വരും? ഓർമ്മ മറക്കാൻ നിൽക്കുന്നില്ല. മക്കളെ, അപ്പന്മാരെ, ഈ മക്കളെ ഒരിക്കലും മറക്കാത്ത ഒരു വാക്കുകൊണ്ട് എന്ത് ചെയ്യരുത്? മുറിക്കരുത്, കോപിപ്പിക്കും. അതുകൊണ്ട് അടിക്കരുതെന്നാണോ പറഞ്ഞേക്കുന്നത്? അല്ല. പിന്നെ എന്ത് കൊടുക്കണം? ബാലശിക്ഷയിലും പത്യോപദേശത്തിലും. ബാലശിക്ഷ എന്നൊക്കെ പറയുന്നത് കോപത്തിൽ ശിക്ഷിക്കരുത്. നമ്മുടെ കോപം തീർന്നിട്ട് എന്ത് ചെയ്യാവും? അടിക്കാം. ഞാൻ അമ്മമാരോടൊക്കെ പറയും, കോപത്തിൽ ഓടിച്ചിട്ട് അടിക്കരുത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ശാന്തമായിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാവും? അടിക്കുക. അപ്പോൾ ആൻറ്റി പറഞ്ഞു, അപ്പം പിന്നെ അടി നടക്കത്തില്ല. ആ മൂച്ചിനടിച്ചില്ലെങ്കിൽ പിന്നെ അടി നടക്കത്തില്ല. അപ്പം നമ്മൾ അടി കൊടുത്തിട്ട് പിന്നെ പറയാം ഇതിനാണ് എന്ത് ചെയ്ത് അടിച്ചത്. അപ്പം നമ്മളുടെ ഒരു പ്രശ്നം ഇതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ബാലശിക്ഷയിലും പത്യോപദേശത്തിലും എന്ത് ചെയ്യണം? പോറ്റി പുലർത്തണം. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഒരു കൊച്ചു കുഞ്ഞ് പഠിക്കുകയാണ്. പഠിച്ചവൻ ഭയങ്കര കഷ്ടപ്പെട്ട് പഠിക്കുക. പക്ഷേ വലിയ മിടുക്കനല്ല. പക്ഷെ അവൻ ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്. പഠിച്ച് അവൻ്റെ കണ്ണെല്ലാം കുഴിഞ്ഞു പോയി. അപ്പം വന്നപ്പോൾ അമ്മ പറഞ്ഞു, പപ്പ ഡാഡി നോക്കിക്കേ, പഠിച്ച് നമ്മുടെ കൊച്ചൻ്റെ കണ്ണെല്ലാം കുഴിഞ്ഞു പോയി. പപ്പ പറഞ്ഞു, സാരമില്ലടി, റിസൾട്ട് വരുമ്പോൾ അത് തള്ളി ഇങ്ങ് വന്നോളൂ എന്ന് പറഞ്ഞു. അത് റിസൾട്ട് വരുമ്പം തള്ളി ഇങ്ങോട്ട് വരും, പുറത്തോട്ട് വന്നോളൂ. അപ്പന്മാരെ മക്കളെ എന്ത് ചെയ്യരുത്? കോപിപ്പിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഒരു അപ്പനെ അറിയാമോ? ഒരു കൊച്ചൻ അങ്ങ് ഇപ്പോൾ തെറ്റിപ്പോയെന്നല്ല, എല്ലാത്തിനെയും പിഴപ്പിച്ചു. എല്ലാത്തിനെയും കൂടെ രാത്രി വിളിച്ചുകൊണ്ട് അങ്ങ് പോയി. ഓവർനൈറ്റ് ഒറ്റ വീടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പോയിട്ട് രാത്രി മുഴുവൻ അലഞ്ഞ് തിരിഞ്ഞ് എല്ലാം നശിപ്പിച്ചിട്ട് വെളുപ്പിനെ താണ്ടി ഇങ്ങനെ വിറങ്ങലിച്ച് കയറി വന്നു. ആ കൊച്ചൻ്റെ അടുക്ക ചെന്നിട്ട് ഒരപ്പൻ ചോദിച്ചു, കുഞ്ഞെ കൂട്ടാൻ വല്ലതും ഉണ്ടോ? ആരാ? യേശു. രാത്രി മുഴുവൻ ഇങ്ങനെ വലഞ്ഞിട്ട് കയറി വന്ന പിള്ളേരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതും ഉണ്ടോ? ഇല്ലെങ്കിൽ താണ്ട് നല്ല മീനൊക്കെ ഇരിപ്പുണ്ട്, വന്ന് കഴിച്ചു എന്ന് പറഞ്ഞൊരപ്പനുണ്ട്. ആ അപ്പൻ ആരാ? യേശു എന്ന അപ്പനാണ്. ആ അപ്പൻ പറയുന്നു, മക്കളെ എന്ത് ചെയ്യരുത്? കോപിപ്പിക്കരുത്. പക്ഷെ എന്ത് കൊടുക്കണം? ബാലശിക്ഷയിലും പത്യോപദേശത്തിലും എന്ത് ചെയ്യണം? പോറ്റി പുലർത്തണം. ഇനിയും പറയാണ്, ദാസന്മാരെ, നിങ്ങളുടെ യജമാനന്മാരെ നിങ്ങൾ എന്ത് ചെയ്യണം? സേവിക്കണം. ദൃഷ്ടി സേവയാരല്ല എന്ന് പറഞ്ഞാൽ ചെല്ലുണ്ട്. ഈ പണ്ടത്തെ ഒരാളില്ലേ, ഊണിന് വിളിക്കുമ്പോൾ ആശാരി ഓരോ പടി ഇങ്ങനെ ആരെങ്കിലും ഉണ്ണാൻ വിളിക്കുന്ന സമയമാകുമ്പോൾ വാന്ന് പറയുമ്പോഴത്തേന് പെട്ടെന്നുണ്ട് ഈ മേസ്ത്രിമാരൊക്കെ ഒരു ശകലം അരച്ചട്ടിയൊക്കെ എടുത്തിട്ടങ്ങ് അന്നൊരു സ്പീഡൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ദൃഷ്ടി സേവയരല്ല. പിന്നെ നമുക്ക് പ്രതിഫലം തരുന്ന ആരാണ്? ദൈവമാണ്. അത്യല്പത്തി വിശ്വസ്തരെ കർത്താവ് എന്താക്കും? അധികത്തിന് വിചാരം. അതുകൊണ്ട് എന്ത് ചെയ്താലും എങ്ങനെ ചെയ്യണം? വിശ്വസ്തയോടെ ചെയ്യണം. എന്ത് ചെയ്താലും എന്ത് ചെയ്യണം? എനിക്ക് പ്രസംഗം തുടങ്ങുമ്പോൾ എന്നോടൊരു ഉപദേശം പറഞ്ഞൊരു കാര്യമുണ്ട്. രണ്ട് പേര് മുമ്പ് ഇരിക്കുകയാണെങ്കിലും ഒരു 25,000 പേരിരിക്കുന്ന പ്രതീതിയിൽ എന്ത് ചെയ്തോണം? പ്രസംഗിച്ചോണം. അങ്ങനെ ഒരുങ്ങണം, അങ്ങനെ പ്രാർത്ഥിക്കണം. എന്നിട്ട് 25,000 പേരിരിക്കുമ്പം പ്രസംഗിക്കുന്ന പോലെ എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. എന്നാൽ ദൈവം നിന്നെ മാനിക്കുന്നു. അതൊരു സത്യമായിട്ട് എനിക്ക് തോന്നി. കാരണം 2 പേരുണ്ടെങ്കിലും 25,000 ഉണ്ടെങ്കിൽ നമ്മുടെ ജോലിയായത്. സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കണം. ദൃഷ്ടി സേവയാരല്ല. പിന്നെ ആരാ? കർത്താവുണ്ടെന്നുള്ളൊരു ബോധ്യം. കരമുയർത്തി എന്ന് പറഞ്ഞ് കർത്താവ് യജമാനാ കാണും. ചെറിയ കാര്യമാണെങ്കിൽ എങ്ങനെ ചെയ്യണം? വിശ്വസ്തയോടെ ചെയ്യണം. ആര് കാണും? യജമാനൻ കാണും. വിലയ്ക്കൊന്നും അല്ലെങ്കിൽ പോലും നയാ പൈസ കൊടുത്തിട്ടൊന്നുമല്ല. എൻ്റെ സഭയിൽ ഒത്തിരി സഹോദരന്മാരിൽ ഒരാൾ ഉണ്ട്, ഒരച്ചായൻ പാവം പഠിച്ചവനാ. അയാൾ ഈ ടാപ്പിങ്ങാറില്ല. പക്ഷെ ഞായറാഴ്ച രാവിലെ വരും. എന്നിട്ട് എപ്പോൾ വെള്ളം പറയും, ഇങ്ങനെ വരും, പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കറിയാവുന്നൊരു പണിയുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ എന്താ വേണം? അച്ഛാ ഒരു ചായ അടിക്കാനുള്ള ലൈവ് ചായക്കടയൊക്കെ ചെയ്താൽ നമുക്ക് രാവിലെ വരുന്നവർക്ക് ചേച്ചി കിടന്ന് കഷ്ടപ്പെടണ്ട, ഞാൻ ചെയ്തേക്കാം. രാവിലെ 7 മണിയാകുമ്പം വരും. എന്നിട്ടൊരു 11 മണി വരെ എല്ലാവർക്കും ചായ ലൈവ് അടിച്ചു കൊടുക്കും. നമ്മുടെ ഏക ജോലി സാധനം കൊണ്ട് കൊടുത്താൽ മതി, ഗ്യാസ് കുറ്റിയും സംഭവം കൊടുത്താൽ മതി. അപ്പം ഈ അടുത്തിടയ്ക്ക് ഒരു ഫംഗ്ഷൻ നടന്നപ്പോൾ 150 ലിറ്ററിൻ്റെ ചായ പുള്ളി അടിച്ചു. 150 ലിറ്റർ പാലിൻ്റെ ചായ ഒറ്റ മനുഷ്യൻ നിന്നുകൊണ്ട് മണിക്കൂറുകളുടെ യോഗത്തിൽ ഇങ്ങനെ വരുന്നവർക്കെല്ലാം ചായ അടിക്കും. അപ്പോഴത്തേന് പിന്നെ അങ്ങ് ബഹളമായി, എല്ലാവർക്കും എന്താ വേണം? ചായ വേണം. അപ്പോൾ ഈ ചായ കുടിച്ച പലരും പറഞ്ഞ് ഞങ്ങൾ വീണ്ടും ചായ കുടിച്ചു. പക്ഷെ ചായ കുടിച്ചുകൊണ്ടല്ല, അയാളുടെ ചിരി കണ്ടുകൊണ്ട് കുടിച്ചാണ്. അപ്പോൾ ഒരു മനുഷ്യനിങ്ങനെ അവിടെ വന്നു. അയാളുടെ ഡ്രൈവർ, ആ വന്ന വിശ്വാസി അച്ഛാ, എൻ്റെ ഡ്രൈവർ ഒരു അക്രൈസ്തവനായ ഒരു സഹോദരൻ.
ആ മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പോയപ്പം പറഞ്ഞു, വണ്ടി എടുത്തപ്പം തൊട്ട് അവിടം വരെ ആ മനുഷ്യൻ സംസാരിച്ചത് ആ മനുഷ്യനെക്കുറിച്ച്. ഞാൻ ചേർന്താണ് ഇത്രയും പേർക്ക് ചായ അടിക്കുമ്പോഴും അച്ഛാ ഒരു മുഖത്തൊരു ചുളിവില്ല. ചായ വേണം, കാപ്പി വേണം, കടുപ്പം വേണം, കൂടുതൽ വേണം, കാപ്പി വേണം, മധുരം വേണം, പൊടിക്കാപ്പി വേണം, ബ്രൂ കാപ്പി വേണം, സുലൈമാനി വേണം, പാൽ ചായ വേണം എന്നൊക്കെ ചോദിച്ച് അടിച്ച് എന്നാ ചാ പിടിച്ചോ. അപ്പം പറഞ്ഞു വേണ്ട, ചായ കുടിക്കാൻ വേണ്ടിയല്ലേ വെച്ചേക്കുന്നത്, ഒന്ന് പിടിച്ചിട്ട് പോ എന്നൊക്കെ പറഞ്ഞ് കുടിക്കുമ്പോൾ അത് ദൃഷ്ടി സേവയാരല്ല, പിന്നെ ആര് കാണാനാ? യജമാൻ. ഇതൊന്നും ആരും കാണുന്നില്ലെങ്കിലും ആര് കാണും? അപ്പോൾ എന്ത് ചെയ്താലും ആര് കാണുന്നുള്ള ബുദ്ധി ചെയ്യണം, യജമാനു വേണ്ടി ചെയ്യണം. ഏത് യജമാനൻ? നമുക്കൊരു വലിയ യജമാനുണ്ട്. ആ യജമാനാണ് ഇതെല്ലാം കാണുന്നത്. ഒന്ന് സ്തോത്രം ചെയ്തേ യജമാൻ. അപ്പോൾ ഉത്സാഹത്തോടെ ചെയ്യണം. എന്തോ ചെയ്താലും എന്ത് ചെയ്യണം? ഉത്സാഹത്തോടെ. അപ്പോൾ എനിക്ക് തിരുവനന്തപുരത്തിനപ്പുറത്തൊരു സഭ, ആ സഭയെ ഞാനിങ്ങനെ അങ്ങ് തെക്കാണ്, 10,000 പേരുള്ള വലിയൊരു സഭയാണ്. പക്ഷേ എനിക്ക് അവിടെ നിന്ന് ഞാനൊരു കാര്യം പഠിച്ചു. ഞാനത് ഒത്തിരി എടുത്ത് പ്രസംഗിച്ചു. ഞാൻ വേണ്ട കൺസെൻറ്റ് മേടിച്ച് ഞാൻ പ്രസംഗിച്ചോളാം. അപ്പോൾ ഈ സംഭവം ഇതാണ്, ഞാൻ ആ ചർച്ചയിൽ ചെന്നപ്പോൾ ഇങ്ങനെ കൊയർ നിൽക്കുകയാണ്. കൊയർ നല്ല മെഗാ കൊയർ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അവർ ഈ ഒരേ കോട്ടൊക്കെ ഇട്ട്, ഈ ഓവർ കോട്ടൊക്കെ ഇട്ട്, ഒരേ കളർ കോട്ടൊക്കെ ഇട്ട് നല്ല സ്റ്റൈലിലാണ് നിൽക്കുന്നത്. എൻ്റെ സംഭവം എന്നറിയാം, പ്രിപ്പയർഡ് സംതിങ് ആണ്. അത് കണ്ടറിയാം, ഇറ്റ് ഈസ് വെൽ പ്രിപ്പയർഡ് ആൻഡ് വെൽ പ്ലാൻഡ്. അപ്പോൾ അവരിങ്ങനെ പാട്ടൊക്കെ പാടുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരുത്തൻ മാത്രം ഇങ്ങനെ മാറി നിൽപ്പുണ്ട്. അവനാണ്, പക്ഷേ അതേ ഡ്രസ്സ്, അതേ കോട്ട്, കൈ അടിച്ച് ആരാധിച്ചങ്ങ് പാടുകയാണ്. പക്ഷേ ഈ പുള്ളിക്ക് മൈക്കില്ല. സാധാരണ ഈ കൊയറിലൊക്കെ ഏറ്റവും വലിയ പ്രശ്നമുണ്ട്, മൈക്ക് കൂട്ടി, മൈക്ക് കുറച്ചു, എൻ്റെ ശബ്ദം കൂട്ടിയില്ല, എൻ്റെ ശബ്ദം കുറച്ചില്ല, ഫീഡ്ബാക്ക് പോരട്ടെ. അവസാനം മൈക്ക് പറയുന്നുണ്ട് നിർത്തുവോ, ഞാൻ അടിച്ചു പോവും, എന്നെ സഹായിക്കണേ. മൈക്കിരുന്ന് കരയാണ്, അതാണ് ഈ അടിച്ചു പോകുന്നത്. എന്നാലും അവർ പറയും പോട്ടെ, ഫീഡ്ബാക്ക്, മോണിറ്റർ. ഇവനൊരു മോണിറ്ററും ഇല്ല, ഇവൻ നിന്ന് അങ്ങ് ആരാധിക്കുകയാണ്. അപ്പോൾ എനിക്കൊരു രസം തോന്നി, നമ്മൾ ഇവരെ പഠിപ്പിക്കണേ. ഞാൻ കൊണ്ട് വെച്ചു, താൻ എന്തോ ഈ കാണിക്കുന്നത്, മൈക്കൊന്നും ഇല്ലാതെ. ഉടനെ ഞാൻ ഇവരുടെ പാസ്വേഡും ചോദിച്ചു. അപ്പോൾ പാസ് പറഞ്ഞു അവന് മൈക്ക് വേണ്ട, അവന് മൈക്കൊന്നും വേണ്ട, അവനെ മൈക്കിൻ്റെ കൂട്ടത്തിൽ നിർത്താനൊക്കത്തില്ല. ഞാൻ ചോദിച്ചു അതന്നെ, അവൻ്റെ മൈക്കിൻ്റെ കൂട്ടത്തിൽ നിർത്തിയാൽ അവൻ്റെ താളമാണ്, എന്തതിശയമൊക്കെ അവനങ്ങ് പാടും, സ്കെയിലൊക്കെ അങ്ങ് ഹൈ പിച്ചിലാണ് പാടുന്നത്. അപ്പോൾ ഒരിക്കലും ഇവർക്ക് അവൻ്റെ കൂടെ എന്ത് ചെയ്യാനൊക്കത്തില്ല, പാടാനൊക്കത്തില്ല. അപ്പം ഞാൻ ചോദിച്ചു പിന്നെന്തിനാ അവനെ നിർത്തുന്നത്? അവനുണ്ടല്ലോ സ്റ്റേജ് അന്തരീക്ഷം ഉണ്ടാക്കും. മറ്റൊരു പാടുകയാണ്, ഇവനവൻ പാടുകയാണ്. ആരെ? ദൃഷ്ടി സേവയാലല്ല, പിന്നെ യജമാനു വേണ്ടി പാടും. അപ്പം ഞാൻ ചോദിച്ചു, കുഞ്ഞെ നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, അച്ഛാ 200 രൂപ ശമ്പളത്തിലൊരു വർക്ക്ഷോപ്പിൽ കയറിയാണ് ഞാൻ. അന്ന് എനിക്ക് 20 രൂപ ദശാംശം ഞായറാഴ്ച അച്ഛൻ്റെ പാർസയിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ അത് 2000 ആക്കി, അപ്പം 200 ആക്കി. അച്ഛനറിയാം, ഇന്ന് ആ വർക്ക്ഷോപ്പ് എൻ്റേതാണ്, അവിടെ 3 നില കെട്ടിടം എൻ്റേതാണ്, എൻ്റെ കീഴിൽ 5-6 പണിക്കാരുമുണ്ട്. അത് ഓർക്കുമ്പോൾ എനിക്ക് മൈക്ക് വേണ്ട അച്ഛാ, എനിക്ക് പിച്ചും വേണ്ട ചായ, ഞാനങ്ങ് പാടും. അത് പാടിയാൽ എല്ലാവരും പാടിക്കോളും. അപ്പോൾ ശബ്ദം പുറത്ത് വന്നില്ല. ഈ പുള്ളി കാണാനൊരു അരങ്ങാണ്. അതെന്താണെന്നറിയാമോ? ദൃഷ്ടി സേവയരല്ല, പിന്നെ ആരുണ്ട്? യജമാനനുണ്ടെന്നുള്ളൊരറിവാണ്. ദാസന്മാരെ, നമുക്ക് ആരുണ്ട്? യജമാനൻ. വേലക്കാരൻ എന്തോ തരും? യജമാനൻ എന്തോ കൊടുക്കും? കൂലി കൊടുക്കും, പറഞ്ഞൊത്തത് കൊടുക്കും. എന്നാൽ 4 മണി നേരത്ത് വന്നവനും അവസാനം വന്നവനും എല്ലാം ഒരേ പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ ആ യജമാൻ്റെ അടുക്കലാണ് നമ്മൾ. അതുകൊണ്ട് വളരെ എല്ലാം ആര് കാണുന്നുള്ള ബോധ്യത്തിൽ ചെയ്യുക. യജമാൻ എന്തോ ചെയ്താലും എങ്ങനെ ചെയ്യണം? ഉത്സാഹത്തോടെ ചെയ്യണം. ദൈവത്തിന് ഈ ഉഴപ്പന്മാരെ ഭയങ്കര പണക്കാണ്. ഉത്സാഹത്തോടെ ചെയ്യണം. ഇനി അടുത്ത വാക്യം പെട്ടെന്ന് പോകാം. യജമാനന്മാരെ, നിങ്ങളുടെ ദാസന്മാരോട് സ്വർഗത്തിലുണ്ടെന്നും അവൻ്റെ പക്കൽ എന്തില്ലല്ലോ, മുഖപക്ഷം ഇല്ലെന്നും ഓർത്ത് എന്തൊഴിവാക്കണം? ഭീഷണി വാക്ക് ഒഴിവാക്കണം. ഇതൊരു വലിയ കാര്യമാണ്. അത് അങ്ങനെ തന്നെയാണ്. ത്രട്ടണിങ് വേർഡ്സ്, സ്റ്റോപ്പ് യുവർ ത്രട്ടണിങ്. നിങ്ങളുടെ ഭീഷണി, യജമാനന്മാരെ നിങ്ങളുടെ ഭീഷണി വാക്ക് എന്ത് ചെയ്യണം? ഒഴിവാക്കുക. അപ്പോൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, എത്ര ഉയരത്തിലാണെങ്കിലും ആരോടും എന്ത് പറയരുത്, ഭീഷണി വാക്ക് പറയരുത്. ചിലരുണ്ടല്ലോ, ഇപ്പം ഞാൻ കാണിക്കാമെന്നൊക്കെ പറഞ്ഞുകൾ. എന്തോ കാണിക്കുന്ന ഈ പറയുന്നത്? ഇപ്പം ഞാൻ കാണിക്കുക. ഇപ്പോൾ എനിക്കൊരു രസകരമായ അനുഭവം ഉണ്ടായി. ഒരിടത്ത് ഞാൻ ചെന്നപ്പോൾ ഒരു പാസ്റ്റർ മോൻ, പുള്ളി ഇന്ന് വലിയൊരാളാണോ. അപ്പോൾ ആ മോനോട് പറഞ്ഞു, പാസ്റ്ററിനെ ഞാൻ പാസ്റ്റർ മോനാണ്. പാസ്റ്ററെ കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ, നമുക്കൊരു ചുമ്മാ കുറച്ച് നേരം ഒന്ന് കറങ്ങാൻ പോകണം, കുറേ വർത്തമാനം പറയണം. അപ്പോൾ ഇദ്ദേഹം എന്നെ കൊണ്ടുപോയി. പോയ വഴിക്ക് കുറേ കാര്യം പറഞ്ഞു. അതിൽ രസകരമായൊരു കാര്യം, പുള്ളി അച്ഛൻ പാസ്റ്ററാണ്. പാസ്റ്ററായിട്ടിരിക്കുമ്പോൾ ഒരു വിശ്വാസി ചാടി എഴുന്നേറ്റ് അങ്ങ് തുടങ്ങി, ഒച്ചത്തി വർത്തമാനം പറയാൻ തുടങ്ങി. അപ്പോൾ ആ പാസ്റ്റർ അച്ഛൻ പറഞ്ഞു, സഹോദരാ അവിടെ ഇരിക്കുക, നമുക്ക് സമയം തരാം, യോഗം കഴിയട്ടെ, സംസാരിക്കാം, അവിടെ ഇരിക്കുക. ഇപ്പം സമയം തരത്തില്ലേ? ഇപ്പം ഞാൻ എന്നാൽ താനും വേണ്ടണ്ട, ഞാനിപ്പം അവനൊറ്റ പോക്ക് എന്താ ഊരാനെന്നറിയാമോ? ഞാൻ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി ഫീസ് ഊരാൻ പോയി.
അപ്പോൾ ഈ പാസ്റ്റച്ചാൻ പറഞ്ഞു, മോനെ എന്ത് ഊരല്ലേ, ഫീസ് ഊരല്ലേ, കാണിക്കാൻ ഞാൻ നിങ്ങളെല്ലാം. ഫീസ് ഊരിക്കൊണ്ട് അങ്ങ് പോയി. ഫീസ് ഊരിക്കൊണ്ട് സ്കൂട്ടർ എടുത്ത് ഒറ്റ പോക്ക് ലൈലാൻഡ് വണ്ടി അങ്ങ് കയറി ഇറങ്ങി. അരയ്ക്ക് താപ്പോട്ടെ. കുറേ നാൾ കിടന്നു. വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്തോ പറഞ്ഞതാ? ഭീഷണി വാക്ക്. അപ്പോൾ ആരും ആരോടും എന്ത് പറയരുത്, ഭീഷണി വാക്ക് പറയരുത്. ഈ വണ്ടിയിലൊക്കെ പോകാന്നേ പോലും ആരോടും ഒരിക്കലും എന്ത് പറയരുത്, ഭീഷണി വാക്ക്. ഭർത്താവും പറയും, ഞാൻ നിന്നെ കാണിക്കാൻ മതി, ഞാൻ നിന്നെ കാണിക്കും. എന്തോ കാണിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ നിന്നെ പഠിപ്പിക്കും മതി, നീയൊക്കെ പഠിപ്പിക്കും. എന്തോ പഠിക്കുന്നു? ആര് പഠിക്കും? അങ്ങനെ പഠിക്കും. എൻ്റെ അപ്പ ഇതുപോലായിരുന്നു, പഠിപ്പിക്കുമായിരുന്നു. ആരെയെന്നറിയാമോ? എൻ്റെ അമ്മയെ ഭയങ്കര പഠിപ്പിലായിരുന്നു. അതായത് ഇത്രയേ ഉള്ളൂ, അമ്മ കുളിക്കത്തില്ല. എൻ്റെ അമ്മയുടെ കാര്യമാണ്. ദൈവമേ ലൈവ് പോകുന്നുണ്ട്. എല്ലാ വീട്ടിലും ഉള്ളതുപോലെ പപ്പയാണ് 3 നേരം കുളിക്കും. കുളിയാണ്. അതൊരു മാനസിക രോഗമാണ്. രാവിലെയും വൈകിട്ടും എല്ലാം എന്ത് ചെയ്ത് 1 വട്ടം 20 വട്ടം പ്രാവശ്യം കൂടുതൽ കൈ കഴുകുക. അപ്പോൾ വൃത്തിയുടെ ഉസ്താദായിരുന്നു. ഇപ്പോൾ രാവിലെ കുളിക്കും, വൈകിട്ട് കുളിക്കും, ഉച്ചയ്ക്ക് കുളിയാണ്. ഭയങ്കര വൃത്തിക്കാരൻ. അമ്മയാണെങ്കിൽ വൈകിട്ട് സാധാരണ നിങ്ങളെപ്പോലൊക്കെ കുളിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അമ്മയും അപ്പനും കൂടെ വഴക്കുണ്ടാക്കുന്ന ഇതാണ്. കുളിച്ചില്ലെങ്കിൽ, കുളിക്കാത്ത അപ്പ മുറി കിടത്തത്തില്ല, ഇറക്കി വിടും. അമ്മയാണ് ഇറങ്ങി വന്ന് സോഫായെ പൊടി ഇറക്കി വിടും. കുളിച്ചില്ല. എന്നെ അപ്പയെ കുളിച്ചില്ലടാ, നാളെ പോ കുളിക്കാതെ ഇറങ്ങിപ്പോ. അപ്പോൾ രാത്രി പുറത്തിറങ്ങും. ഇറങ്ങുന്നുണ്ടെങ്കിൽ അമ്മ ചാടിയകത്ത് കയറും. ഇത് ഞങ്ങളുടെ സ്ഥിരം ഒരു ഡ്രാമയായിരുന്നു. പക്ഷെ എൻ്റെ അമ്മ 2010 മരിച്ചു. പിന്നെ പപ്പയ്ക്ക് ഒറ്റയ്ക്ക് ഇറക്കി വിടാൻ ആളില്ലല്ലോ. പിന്നെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയായിരുന്നു. കുളിച്ചില്ലേലും പിള്ളേർ കൂടെ കിടക്കുമായിരുന്നു. ഒരു കുഴപ്പമില്ല. കാരണം തന്നെ കിടക്കാം എന്തായിപ്പോയി, പേടിയായിപ്പോയി. ആര് പഠിച്ചു, എവിടെ പഠിച്ചു, എന്തോ പഠിച്ചു. അതുകൊണ്ട് ആരും ആരെയും എന്ത് ചെയ്യരുത്, പഠിപ്പിക്കരുത്. നിന്നെ ആരും കാണിക്കരുത്. ആരെയും കാണിക്കാനില്ല. എന്തോ ഒഴിവാക്കുക. വീട്ടിൽ പോലും എന്തോ പറയരുത്, ഭീഷണി. പിള്ളേരൊക്കെ ഇങ്ങോട്ട് തുള്ളിച്ചാണ്, ഞാൻ കാണിച്ചു തരാം. നീ എന്ത് കാണിക്കും നീ പറയുന്നത്? എനിക്കറിയാൻ വേണ്ടി വയ്ക്കുക. ഞാൻ കാണിച്ചു തരാം. എന്താ കാണിക്കുന്നൊക്കെ? കഥയൊക്കെ കൊണ്ട് വലിച്ചോടച്ച് അങ്ങോട്ടേക്ക് ഒരു വിളിക്കൊരു പോക്കന. പോകുന്ന വഴിക്ക് തെന്നി വീണാൽ എന്തോ പറ്റും? അതുകൊണ്ട് ഒറ്റ മനുഷ്യൻ പറഞ്ഞേക്കരുത് എന്തോ ചെയ്യാവുന്ന കാണിച്ചു തരാം അല്ലേ? അപ്പോൾ അവർ ഭർത്താവ് പറയും, ഞാൻ ചാകുമ്പോൾ നീ പഠിക്കോടി. അച്ചായൻ ചത്തുപോയ ഭാര്യമാരെല്ലാം മാന്യമായിട്ട് ജീവിക്കുന്നില്ലേ? അതുവരെ ആൻറ്റി വളരെ സൈലൻ്റ് ആയിരുന്നു. ഇപ്പം ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് അങ്ങ് അടിച്ചു. എന്താ പറ്റി? ഒന്നും പറ്റിയില്ല. അച്ചായന് പോയി. അച്ചായൻ കാണിച്ച് ഞാൻ ചാകുമ്പോൾ നീ പഠിക്കും. അവരെല്ലാം മിടുക്കരായി. അതുവരെ സൈലൻ്റ് ആയിരുന്നു. ഇപ്പം ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചാൽ പോക്കൊക്കെ കണ്ടാൽ നമുക്ക് തോന്നും എന്തോ പറ്റുന്നു. അത് അവരങ്ങ് ജീവിക്കും. നമ്മളെക്കാട്ടി നല്ലതുപോലെ എന്ത് ചെയ്യും? ആർക്ക് പോയി? നമുക്ക് പോയി. അതുകൊണ്ട് ആരെയും എന്ത് ചെയ്യരുത്, കാണിക്കരുത്. ഒന്ന് തീരുമാനിക്കാവോ? എന്തോ പറയരുത്. ഞാൻ വലിയ കാര്യമൊന്നും എനിക്കിതിങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ അറിയത്തുള്ളൂ. എൻ്റെ കുറ്റം. ഞാൻ വലിയ കാര്യങ്ങളൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞു, നീ അതൊന്നും പറയണ്ട, അതൊക്കെ പറയാൻ ഒത്തിരി പേരുണ്ട്, അവരൊക്കെ പറഞ്ഞോളൂ, ഇതൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇതൊക്കെ അല്ലേ പറയാനൊക്കെ തോന്നും. എന്നെ ഏൽപ്പിച്ചല്ലേ. അതുകൊണ്ട് എന്തോ പറയരുത്, ഭീഷണി വാക്ക്. ഒന്ന് തീരുമാനിക്കാമോ? ഞാൻ കാണിക്കാം നിങ്ങളെ. ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. നിങ്ങൾ പഠിക്കും. ഒന്നും പഠിക്കത്തില്ല സൗകര്യം. നിങ്ങൾ അന്തസ്സായിട്ട് അവർ ജീവിക്കും. അവർ നല്ല ഇതുവരെ ഈ കഞ്ഞിയും പയറൊക്കെ ഇനി അവർ കെൻറ്റക്കിയൊക്കെ ഓർഡർ ചെയ്ത് അവർ നല്ല അടിപൊളിയായിട്ട് ജീവിക്കും. ആർക്ക് പോവും? നിങ്ങൾക്ക്. അതുകൊണ്ട് എന്തോ പറയരുത്. മനസ്സിലായോ? ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ പഠിപ്പിക്കും. ആരും പഠിപ്പിക്കാനില്ല, അവനവന് പോകാനുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ ഒന്നും ആരും പിടിക്കത്തില്ല, പിശാച് പിടിക്കത്തില്ല. പക്ഷേ എന്ത് പിടിക്കും? അതുകൊണ്ടാണ് പറയുന്നത്, ശത്രുവിൻ്റെ തന്ത്രത്തോട് ഈ ഭീഷണി വാക്ക് ഒഴിവാക്കെന്ന് പറഞ്ഞിട്ട് 10-ാം വാക്യം കണ്ടോ? അടുത്ത വലിയൊരു വാർഫയറിലേക്ക് കയറുകയാണ്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത. അപ്പോൾ ഈ വാർഫയറിന് തടസ്സമാകുന്നതല്ല ഈ പ്രശ്നങ്ങളാണ്. പിശാച് ഇവിടെ കൊടുക്കും. അതുകൊണ്ട് പറയാണ്, ഭീഷണി വാക്ക് ഒഴിവാക്കാൻ പറഞ്ഞിട്ട് നെക്സ്റ്റ് സെൻറ്റൻസിൽ പറയുന്നു, അത് ഒഴിവാക്കിയിട്ട് കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പിൻ. എന്നാൽ അത് നിങ്ങളെ വിട്ട് എന്ത് ചെയ്യും? ഓടിപ്പോവും. അപ്പോൾ ഈ എതിർത്ത് നിൽക്കാതെ നമ്മൾ തകരുന്ന ഒറ്റ സ്ഥലത്താണ്. എന്തോ പറയും? ഭീഷണി വാക്ക് പറയും. നമ്മുടെ ഭീഷണി വാക്കെന്നൊക്കെ പറഞ്ഞാൽ മറ്റാരോടും അല്ല, കൂടുതലും എവിടെ ആയിരിക്കും? വീട്ടിലും അങ്ങനെ നമ്മുടെ ക്ലോസ് സർക്കിളിനകത്തായിരിക്കും. അവിടെ എന്തോ വേണ്ട, ഭീഷണി വാക്കാണ്. ഞാനിത് ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഞാൻ പോയാൽ നീ എല്ലാം പഠിക്കും, പോയവർക്കൊന്നും പഠിച്ചില്ല. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവരെല്ലാം എന്തായി ജീവിക്കുന്നു? നന്നായിട്ട് ജീവിക്കുന്നു. ആർക്ക് പോയി? അച്ഛന് പോയി.
അതുകൊണ്ട് എന്തോ പറയരുത്, ഭീഷണി വാക്ക്. കണ്ണടച്ച് 2-3 കാര്യങ്ങൾ, 6 ബന്ധങ്ങൾ കണ്ടു. ഒന്ന്, ഭർത്താക്കന്മാരെ, ഇങ്ങനെ ഭാര്യമാരെ, നമുക്ക് സ്വന്തം എന്ന് പറയാൻ ആരേ ഉള്ളൂ ഈ ഭൂമി? കർത്താവ് കഴിഞ്ഞാൽ പിന്നെ കർത്താവ് തന്ന ഭാര്യയും ഭർത്താവ്. അതുകൊണ്ട് മക്കളെക്കാട്ടിലും കൂടുതൽ, ആരെക്കാട്ടിലും കൂടുതൽ ആരെ ചേർത്ത് പിടിക്കണം? ഭർത്താവിനെ ചേർത്ത് പിടിക്കും. മക്കൾ കഴിഞ്ഞിട്ടല്ല ഭർത്താവ്, ഭർത്താവ് കഴിഞ്ഞിട്ട് ആര്? മക്കൾ. മക്കൾ കഴിഞ്ഞിട്ടല്ല ഭാര്യ, ഭാര്യ കഴിഞ്ഞിട്ടാണ് മക്കൾ. അവരെ ഇങ്ങനെ എന്ത് ചെയ്യണം? ചേർത്ത് പിടിക്കണം. ആര് ചെയ്തതുപോലെ? ക്രിസ്തു സഭയിൽ. മക്കളെ, നിങ്ങളെന്നും പോയിട്ട് കുറേ നേരമെങ്കിലുമൊക്കെ ഈ അപ്പൻ്റെ അമ്മയുടെയും കൂടെ വർത്താനം പറയണം. ഉപവാസ പ്രാർത്ഥനയുടെ ഈ ഒരു ദിവസത്തിൽ ഒരു നല്ല തീരുമാനം എടുക്കുക. ജീവിച്ചിരിക്കുന്ന എൻ്റെ അപ്പനോട് ചിലപ്പോൾ എനിക്ക് അടുക്കാൻ ഒക്കത്തില്ലായിരിക്കാം, മനസ്സിനകത്ത് ഒത്തിരി മുറിവ് കിടപ്പുണ്ടായിരിക്കും. പക്ഷേ കർത്താവേ, എനിക്കതിനെ ഒന്ന് ഓവർകം ചെയ്തിട്ട് കുറേ നേരം ഒന്ന് പോയി ഇരുന്നാൽ, ഇനി എത്ര നാളുണ്ടെന്ന് അറിയത്തില്ല, മരിക്കുന്നതിന് മുമ്പ് ഓർമ്മയുണ്ടെങ്കിൽ, ഒരു ദിവസം ഓർമ്മ പോയാൽ പിന്നെ അതും ഒക്കത്തില്ല. പിന്നെ നമ്മൾ എത്ര പോയിരുന്നാലും ഓർക്കണമെന്നില്ല. ഈ അടുത്തിടയ്ക്ക് ഒരു കുഞ്ഞ് ഗൾഫിൽ നിന്ന് നോക്കാൻ വേണ്ടി വന്നു. ഞാനൊരു 500 വട്ടം പരിചയപ്പെടുത്തി. എന്നെ കണ്ടിട്ട് അറിഞ്ഞു, എൻ്റെ പ്രിൻസ് മോനല്ലേടാന്നറിഞ്ഞു. പക്ഷെ ആരെ അറിയുന്നില്ല? മക്കളെ അറിയുന്നില്ല. അപ്പം മക്കൾക്ക് സങ്കടമായിപ്പോയി. അപ്പം ഇതിന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിൻസ് മോൻ എപ്പോഴും വരുമായിരുന്നു, അതുകൊണ്ടായിരിക്കും പ്രിൻസ് മോനെ അറിഞ്ഞത്. പക്ഷേ സ്വന്തം മക്കളെ അറിയുന്നില്ല. അപ്പോൾ ഓർമ്മ നഷ്ടപ്പെട്ടാൽ പിന്നെ പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഓർമ്മ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഓർക്കാനുള്ള കുറച്ച് ഇങ്ങനെ കൊടുത്തിട്ട് ഒന്ന് പോയിരിക്കാനായിട്ട് ഒന്ന് പ്രാർത്ഥിച്ച്, അതോടുകൂടി ഭയങ്കര വിടുതലൊക്കെ ഉണ്ടാകും. കാരണം നാളെ നമ്മളും പ്രായമാകത്തില്ല. അപ്പോൾ ഓർമ്മ, അപ്പനും അമ്മയ്ക്കും ഓർമ്മയുണ്ടെങ്കിൽ, ഇല്ലെങ്കിലും പോകണം. ഉള്ളവരൊക്കെ ഓർമ്മ നഷ്ടപ്പെടുന്നതിന് മുമ്പ് അപ്പനും അമ്മയും തന്നെയല്ല, അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഉണ്ടെങ്കിൽ അവരെടുക്കലും പോയി കുറേ നേരം സമയം കണ്ടെത്തിയിരിക്കുക. റോൾ മോഡൽ ആരാ? യേശു. അതിനും റോൾ മോഡൽ യേശു. മക്കളെ കോയിപ്പിക്കരുത്. റോൾ മോഡൽ ആരാ? യേശു. തിബരിയാസിൻ്റെ കടക്കരയിൽ അത്രയും തെറ്റ് ചെയ്തിട്ടും വിളിച്ചു, കുഞ്ഞ് വല്ലതും കഴിച്ചോ? ബാ കഴിക്ക്, ബാ കഴിക്ക്. അപ്പന്മാരെ, മക്കളെ എന്ത് ചെയ്യരുത്? കോപിപ്പിക്കുക. അപ്പോഴും ബാലശിക്ഷയിലും പത്യവേ. ദാസന്മാരെ, ആരുണ്ട്? യജമാൻ. വേലക്കാരൻ കൂലിക്ക് യോഗ്യന. ആരാ നിങ്ങൾക്ക് കൂലി തരുന്നത്? ഇവരല്ല, പിന്നെ ആര് തരും? യേശു തരും. യജമാനന്മാരെ, ഒരിക്കലും എന്തു പറയരുത്? ഭീഷണി വാക്ക് ഒഴിവാക്കണം. ആ വാക്ക് എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഭീഷണി വാക്ക് ഒഴിവാക്കണം. ഉറക്കെ പറഞ്ഞേ, ഭീഷണി വാക്ക് ഒഴിവാക്കണം. ഞാൻ കാണിക്കാമെന്നും ഞാനിപ്പം കാണിക്കാമെന്നും ഞാൻ അങ്ങ് ചാത്തുകളെ അപ്പം പഠിക്കുമെന്നൊന്നും പറയില്ല. ഭീഷണി വാക്ക് ഒഴിവാക്കും. ഉറക്കെ പറഞ്ഞേ, കണ്ണടച്ചേ, ഭീഷണി വാക്ക് ഒഴിവാക്കും. എന്നിട്ട് എന്തോ ചെയ്യണം? ഒടുവിൽ ആ വാക്ക് എല്ലാവരും ചേർന്ന് പറഞ്ഞേ, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. പിശാചിന്റെ തന്ത്രത്തോട് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളും. പ്രാർത്ഥിച്ചേ. അത് വാർഫെയറാണ്. കണ്ണടച്ച എല്ലാവരും കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച്. ഇന്ന് നമ്മുടെ ഈ 6 ബന്ധങ്ങൾ, ഈ മേഖലകളിലേക്കെല്ലാം അതിൻ്റെ സെൻട്രൽ പോയിൻ്റായിട്ട് കർത്താവിനെ ക്ഷണിച്ച് നമുക്കൊരു ഡെലിബറേറ്റായിട്ട്, നമ്മുടെ ഒരു മനഃപൂർവ്വമായി നമ്മൾ യേശുവിനെ ഇങ്ങനെ വിളിക്കണം. യേശുവേ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, ആ ബന്ധത്തിലേക്ക് അങ്ങൊന്ന് വന്നേ. 2, എൻ്റെ പേരൻസുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അങ്ങൊന്ന് വരണേ കർത്താവേ. അങ്ങ് മോനെന്ന നിലയിൽ അപ്പൻ്റെ അടുക്ക പോയി ഇങ്ങനെ ഇരുന്നത് പോലെ, അപ്പൻ്റെ അടുക്ക പോയി ഇങ്ങനെ രാത്രി മുഴുവൻ ഇരുന്നത് പോലെ, രാത്രി മുഴുവനൊന്നും ഇരിക്കാനത്തില്ലെങ്കിലും അവരുറക്കം വരാത്ത രാത്രികളിലെങ്കിലുമൊക്കെ അവരുടെ അടുക്ക പോയി ഒന്ന് ഇരിക്കാൻ, അവർക്ക് ഓർമ്മ പോകുന്നതിന് മുമ്പ്, അവരുടെ ഓർമ്മ മാറി അവർ അൽഷേമേഴ്സ് ആകുന്നതിന് മുമ്പ് എനിക്കിടയാക്കണേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കും. അവർക്ക് ഓർമ്മയുള്ളപ്പോൾ എനിക്ക് തിരക്കാന്നവർ പറയും. ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാലും അവരും കുറ്റപ്പെടുത്താറില്ല പലരും. അവന് ഭയങ്കര തിരക്കാ. പക്ഷെ അപ്പോഴും അവരുടെ ഹൃദയം ആഗ്രഹിക്കുന്നില്ലേ? തിരക്കെല്ലാം ഉണ്ടായിട്ട് പുരുഷാരം വിടാതെ പിൻപറ്റിയിട്ടും അവരെ എല്ലാം വിട്ടിട്ട് ഒറ്റ ഓട്ടം. ഇങ്ങനെ ഒരു 30കാരനെ നമ്മൾ കണ്ടു.
ചെറുപ്പക്കാരൻ. ജീസസ്. എല്ലാ ബന്ധങ്ങളിലേക്കും യേശുവിനെ ഇങ്ങനെ വിളിച്ച്, എല്ലാ ബന്ധങ്ങളിലേക്കും യേശുവിനെ വിളിച്ച്, വിശ്വാസികളെ പാസ്റ്റർമാരുമായിട്ടുള്ള ബന്ധത്തിലേക്ക് യേശുവിനെ വിളിച്ച്, ഞങ്ങൾ ദൈവദാസന്മാർ വിശ്വാസികളായ ബന്ധത്തിലേക്ക് യേശുവിനെ, എല്ലാ ബന്ധത്തിലേക്കും യേശുവിനെ വിളിച്ച്, ജോലി ചെയ്യുന്നിടത്ത് യേശുവിനെ വിളിച്ച്, ബന്ധങ്ങളിലേക്കെല്ലാം അങ്ങ് എഴുന്നള്ളി വരും. ഇന്ന് പകൽ അങ്ങനെ ഒരു വലിയൊരു വിടുതൽ ഇവിടെ നടക്കുന്നുണ്ട്. ആ വിടുതൽ കർത്താവ് ഇന്ന് തരും. എല്ലാ ബന്ധങ്ങളിലേക്കും യേശു വരണേ. യേശുവേ നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾ എത്ര സൗന്ദര്യം. ഓ യേശുവേ നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾ ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെ ആക്കേണം. ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെ ആക്കേണം. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു ഉണർന്ന ഭക്തിയുള്ളൊരു യേശുവേ, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു ഉണർന്ന ഭക്തിയുള്ളൊരു യേശുവേ, പ്രാർത്ഥിപ്പാനായും ഉണരാനായും ശക്തി പ്രാർത്ഥി